കർത്താവിൻ്റെ വലിയ കരുണയിലും സ്നേഹത്തിലും നമുക്ക് ഒരുമിച്ച് കൂടാൻ കഴിയുന്നതിൽ ദൈവത്തിനെ നന്ദി പറയുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. നമ്മൾ ഒരു സൈന്യം പോലെ എഴുന്നേൽക്കേണ്ടവരാണ്. ആമേൻ പറ. നമ്മളൊരു സൈന്യം പോലെ എഴുന്നേൽക്കേണ്ടവരാണ്. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ അസ്ഥികളുടെ താഴ്വരയിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കാറ്റ് 4 ദിക്കുകളിൽ നിന്നും വീശാൻ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മളെല്ലാവരുടെ മേലും അതിശക്തമായി ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കാറ്റ് ആഞ്ഞു വീശുന്നതിന് നമ്മൾ ഒരുമിച്ച് ആഗ്രഹിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ തിരുമുമ്പിലേക്ക് വരുമ്പോൾ ഒത്തിരി ഒരു അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾ ആണ് ഇവിടെ ഉള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന അഭിഷേകം ജ്വലിപ്പിക്കുക, ദൈവം തന്ന കൃപയെ കൂടുതൽ ശക്തി അതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ നാളുകളിൽ നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ എൻ്റെ മനസ്സിലെ ഈ ദിവസങ്ങളിൽ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് തന്ന ചില പ്രേരണകളും പ്രചോദനങ്ങളും പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിലേക്ക് നമ്മൾ കടന്നു വരുന്നതിന് ഞാൻ 1-2 ആമുഖമായ ചിന്തകൾ പങ്കുവെക്കുകയാണ്. നമ്മുടെ 1980-കളിൽ 75-80-കളിലൊക്കെ നമ്മൾ കേരളത്തിൽ പരിശുദ്ധാത്മാവ് അയച്ച ഒരു അഭിഷേകത്തിൻ്റെ കാറ്റ് ഇപ്പോൾ 2026 എത്തുമ്പോഴേക്കും വലിയ നമ്മൾ സ്വപ്നം കണ്ടതിനപ്പുറത്തുള്ള വലിയ ഒരു ഭാവത്തിലേക്ക് പരിശുദ്ധാത്മാവ് അതിനെ കൊണ്ടുപോയി. നമ്മൾ ഇന്ന് ഒരു ജൂബിലിയുടെ സമയത്ത് നിന്ന് നമ്മുടെ ഈ ശുശ്രൂഷയെക്കുറിച്ച്, ദൈവം നമ്മളെ നടത്തിയ വഴികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ പാത്ത് വേസ് എഹെഡ്, മുന്നോട്ടുള്ള പാതകൾ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ഇനി മുന്നോട്ട് എന്ത്, അതിനെക്കുറിച്ച് നമ്മൾ ദൈവാത്മാവിൻ്റെ മുമ്പിലിരുന്ന് വളരെ ഗൗരവമായിട്ട് ആലോചനകളും പ്രാർത്ഥനകളും നടത്തേണ്ടതുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് എങ്ങനെയാണ് നമ്മളിനി ദൈവം നമ്മുടെ ശുശ്രൂഷകളെ ആഗ്രഹിക്കുന്നത്, കർത്താവ് എങ്ങനെയാണ് ഈ ശുശ്രൂഷകൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നതിനെക്കുറിച്ച് ഗൗരവതരമായ പ്രാർത്ഥനകൾ നമുക്ക് ആവശ്യമുണ്ട്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, പറയുന്നതിന് ചിലപ്പോൾ അടുക്കും ചിട്ടയുണ്ടാവണമെന്നില്ല, പക്ഷേ എനിക്ക് പറയാൻ എൻ്റെ മനസ്സിൽ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ കുറച്ച് ചെതറിക്കിടപ്പുള്ളത് ഞാൻ പങ്കുവെക്കുമ്പോൾ നമുക്കൊരു മുന്നോട്ട് പോകാൻ ഒരു ദിശാബോധം ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, ഞാൻ ചില ആത്മീയ പ്രിൻസിപ്പിൾസ്, റിന്യൂവലിന് നമ്മളെ സഹായിക്കുന്ന കുറച്ച് പ്രിൻസിപ്പിൾസ് പങ്കുവെക്കാം. ഒന്നാമത്തേത് ഇതാണ്: ഈ അനുഭവങ്ങൾ നമ്മളെ ചതിക്കും. അതാണ് ഒന്നാമത്തെ ആത്മീയ പ്രിൻസിപ്പിൾ. അതാണ്, അനുഭവങ്ങൾ നമ്മളെ ചതിക്കും. എക്സ്പീരിയൻസ് ഈസ് എ ട്രാപ്പ്. അതെന്താണ്? അതായത് നമ്മൾ കുറച്ച് ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമുക്കുണ്ടാകാൻ സാധ്യതയുള്ള ഒരു വലിയ കെണിയാണ്, നമുക്ക് കുറച്ച് അനുഭവങ്ങളുണ്ടാവും. അപ്പോൾ ഈ അനുഭവങ്ങൾ നമ്മളെ ചതിക്കും, അത് നമ്മളെ കെണിയിൽ കൊണ്ടുപോയി വീഴ്ത്തും, അല്ലെ നമ്മളിലെ അഭിഷേകത്തെ അത് കളയും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് ബൈബിളിൽ നിന്ന് ഒരു മോഡൽ എടുക്കാം. അത് മോശയാണ്. മോശയോട് ദൈവം മരുഭൂമിയിൽ വെച്ച് ജനത്തിന് വെള്ളമില്ലാതെ കടന്ന് വിഷമിക്കുന്ന സമയത്ത് മോശയോട് ദൈവം പറയും ഈ പാറമേൽ അടിക്കുക, സ്ട്രൈക്ക് ദ റോക്ക്, പാറമേൽ അടിക്കുക. മോശ എന്താ ചെയ്യുന്നത്? പാറമേൽ അടിച്ചു. അത് ഈ യാത്രയുടെ ആരംഭഘട്ടമായിരുന്നു. യാത്ര തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. തുടക്കത്തിൽ അങ്ങനാണ്. എല്ലാം നമ്മൾ സൂക്ഷ്മതയോടെ ശ്രദ്ധിക്കും. തുടക്കത്തിൽ അങ്ങനാണ്, എല്ലാം ഭയങ്കര കെയർഫുൾ ആയിരിക്കും. അപ്പോൾ മോശ വളരെ സൂക്ഷ്മതയോടെ ദൈവത്തെ കേട്ടു. അപ്പോൾ ദൈവം പറഞ്ഞു, മോശയെ പാറമേൽ അടിക്കുക. കാലം മുന്നോട്ട് പോയി. കൊല്ലം 40 കഴിഞ്ഞു.
മരുഭൂമിക്കൂടെ ഇങ്ങനെ കടന്ന് കറങ്ങുകയാണ്. 40 വർഷത്തെ ശുശ്രൂഷാ ജീവിതത്തിൻ്റെ പരിചയം ഇപ്പം മോശയ്ക്കുണ്ട്. പറഞ്ഞ് ഹല്ലേലൂയ. ശുശ്രൂഷ ചെയ്ത് മോശയ്ക്ക് നല്ല പരിചയമാണ്. മരുഭൂമിയിലെ എല്ലാ ക്രൈസിസുകളെയും നേരിട്ടുള്ള ഒരു പരിണിത പ്രജ്ഞനായ ശുശ്രൂഷകന്റെ അനുഭവ സമ്പത്തും തഴക്കവും മോശയ്ക്കിപ്പോൾ ഉണ്ട്. വീണ്ടും ഇതുപോലെ തന്നെ സമാനമായ ഒരു പ്രശ്നം ഉണ്ടായി. മരുഭൂമിയിൽ വെച്ച് വെള്ളം ഇല്ലാതായി. ഇപ്പം ജനം 20 ലക്ഷം ആളുകളുണ്ട്. 20 ലക്ഷം ആളുകൾക്ക് കുടിക്കാൻ വെള്ളമില്ല. അപ്പോൾ അവര് മോശയ്ക്കെതിരെ പ്രവൃത്തു, കലഹിച്ചു. മോശ ദൈവത്തിന്റെ അടുത്തേക്ക് പോയി. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ മോശ ദൈവത്തിന്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ കർത്താവ് മോശയോട് പറഞ്ഞു, പാറയോട് പറയുക. നമ്മള് POC ബൈബിളിൽ കൽപ്പിക്കുക എന്നാണ്, പുതിയ പരിഭാഷയാണ് കറക്റ്റ്. പറയുക എന്നാണ്. പാറയോട് ഓർഡർ ഒന്നും ഇടണ്ട, പറഞ്ഞാൽ മതി. പാറയോട് പറയുക. പറഞ്ഞേ ഹല്ലേലൂയ. പാറയിൽ അടിച്ച് വെള്ളം വരുത്തുന്ന ഒരു കാലത്ത് നിന്ന് പാറയോട് പറഞ്ഞാൽ വെള്ളം വരുന്ന ഒരു അഭിഷേകത്തിലേക്ക് വളരേണ്ടവരാണ് ദൈവത്തിന്റെ ശുശ്രൂഷകര്. പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാ കാലത്തും അടിക്കണ്ട, അന്ന് അടിച്ചാൽ മതിയായിരുന്നു. 40 വർഷത്തെ ശുശ്രൂഷാ ജീവിതത്തിന്റെ ഉയർച്ച എന്ന് പറയുന്നത് ഒരിക്കൽ അടിച്ച പാറയോട് ഇന്ന് അടിക്കാതെ പറഞ്ഞാൽ അത് വെള്ളം തരണം. പറഞ്ഞേ ഹല്ലേലൂയ. അതാണ് മോശയുടെ അഭിഷേകത്തിന്റെ വളർച്ച. മോശയിൽ നിന്ന് ദൈവം പ്രതീക്ഷിച്ച കൃപാവരത്തിന്റെ വളർച്ച. അടിച്ച പാറയോട് പറഞ്ഞാൽ വെള്ളമൊഴുക്കുന്ന ഒരു അഭിഷേകം. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? മറ്റേത് 3 മണിക്കൂർ എടുത്ത് ഡെലിവറൻസ് ചെയ്തുകൊണ്ടിരുന്നെടുത്ത് ഇന്ന് നോക്കിയാൽ പിശാച് വിട്ടുപോകുന്ന അഭിഷേകം. പറഞ്ഞേ ഹല്ലേലൂയ. അതാണ് ദൈവം ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് പറഞ്ഞത്, എല്ലാ കാലത്തും നീ ABCDEFGH പറഞ്ഞുകൊണ്ടിരിക്കരുത്, കേറി വരണം. പറഞ്ഞേ ഹല്ലേലൂയ. കേറി വരണം. കേറി വരാൻ വേണ്ടിയാണ് കർത്താവ് ആത്മാവിനെ നമ്മുടെ മേൽ അയച്ചത്. പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പോ മോശയ്ക്ക് എന്തെന്നറിയാം? മോശയ്ക്ക് മനസ്സിലായില്ല. എന്തെന്നറിയാം? ഈ പാറ്റേണുകൾ നമ്മളെ ചതിക്കും. ഞാൻ എന്താ പറഞ്ഞേ? പാറ്റേണുകൾ നമ്മളെ ചതിക്കും. അതെങ്ങനാ? അതായത് നമ്മൾ ചെയ്തു വന്നൊരു രീതിയുണ്ട്. ചെയ്തു വന്ന കൺവെൻഷൻ നടത്തിയ രീതി, ധ്യാനം നടത്തിയ രീതി, ശുശ്രൂഷ ചെയ്ത രീതി പാറ്റേണാണ്. പാറ്റേണുകൾ നമ്മളെ ചതിക്കും. ഞാൻ പറയുന്നത് ആവർത്തിക്കണം. ഇന്നലത്തെ തീ ഇന്നത്തെ ചാരമാണ്. പറഞ്ഞേ, ഇന്നലത്തെ തീ ഇന്നത്തെ ചാരമാണ്. ഇന്നലെയായിരുന്നത് തീ. ഇന്നതെന്താണ്? ഇന്നത് ചാരമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഇന്ന് തീ കത്തണമെങ്കിൽ ഇന്ന് അടുപ്പയിൽ വിറക് വെച്ച് തീ കത്തിക്കണം. ഇന്നലത്തെ തീ കെട്ടുപോയി, ഇന്നത് ചാരമാണ്. അപ്പൊ എന്താ വെച്ചാല് ഈ പാറ്റേണ് നേരത്തെ ചെയ്ത പരിചയം, അനുഭവം, എക്സ്പീരിയൻസ്, പ്രൊഫഷണലിസം. പറഞ്ഞ ഹല്ലേലൂയ. ഇന്ന് ആത്മീയ ശുശ്രൂഷകളിൽ തീ കത്താത്തതിന്റെ ഒന്നാമത്തെ കാരണം എന്തെന്നറിയാമോ? അനുഭവ പരിചയം. ചെയ്ത് നല്ല പരിചയമാണ്. അതുകൊണ്ട് എന്താണെന്നറിയാമോ? ഫ്രഷായിട്ട് ദൈവത്തെ കേൾക്കാൻ ശുശ്രൂഷകർ കർത്താവിൻ്റെ അടുത്ത് ഇരിക്കുന്നവര് വളരെ വളരെ കുറവാണ്. പറഞ്ഞ ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലായോ? ചെയ്തു വന്നൊരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേണുകൾ സക്സസ് ആയിരുന്നു. അടിച്ചപ്പോൾ വെള്ളം വരുമായിരുന്നു. പാറ്റേണുകൾ സക്സസ് ആണ്. ഇത് ചെയ്തു വന്നപ്പോൾ കുറച്ച് അനുഭവമൊക്കെ ഉണ്ടാവുന്നുണ്ട്, കുറച്ച് വിടുതലൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു? അത് മതിയെന്ന് വിചാരിച്ചു. നിങ്ങൾ എപ്പോഴും ഓർത്തോണം, പരിശുദ്ധാത്മാവ് ഓരോ കാലഘട്ടത്തിൽ ഇടപെടുന്നത് പുതിയ വിധങ്ങളിലൂടെയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു വന്ന രീതികളിൽ നമ്മളിങ്ങനെ പരിചയിച്ച് ആ അനുഭവം, ആ പാറ്റേൺ ഇങ്ങനെ വെച്ച് നമ്മൾ അതിൽ നിന്ന് കർത്താവിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്ന പുതിയ വാതിലുകളിലേക്ക് തുറക്കപ്പെടാൻ നമ്മൾ തയ്യാറല്ല പലപ്പോഴും. അപ്പൊ മോശയ്ക്ക് ഇതാണ് മോശയുടെ പ്രശ്നം. അതാണ് മോശ എന്ത് ചെയ്തു? മോശ നേരെ പകുതിയെ കേട്ടുള്ളൂ. ഈ പകുതി കേൾക്കുന്നത് എന്തുകൊണ്ടെന്നറിയാം? ഒന്നാമത് ദൈവത്തെ കേൾക്കാത്തത് എന്തുകൊണ്ടായിരിക്കും? എന്നാ സിസ്റ്റർ, നമ്മൾ ദൈവത്തെ കേൾക്കാനേ താല്പര്യമില്ല. എന്നാ കാര്യം എന്നറിയാം? എന്നാ കാര്യം? നമുക്കറിയാലോ. ഇപ്പൊ കേൾക്കേണ്ട ആവശ്യം എന്നാ? ഇത് ചെയ്യേണ്ട എങ്ങനെ നമുക്ക് അറിഞ്ഞുകൂടെ? എത്ര കൺവെൻഷൻ നടത്തിയതാ, എത്ര രോഗശാന്തി ശുശ്രൂഷ നടത്തിയ, എത്ര ഡെലിവറൻസ് മീറ്റിങ്ങുകൾ നടത്തിയതാ, എന്തോരം വചനം പ്രസംഗിച്ചതാ. അപ്പൊ അതുകൊണ്ട് ഈ അറിയാലോ, അതുകൊണ്ടാണ് കേൾക്കാത്തത്. അപ്പൊ മോശ പകുതിയെ കേട്ടുള്ളൂ. പാറയെന്നേ കേട്ടുള്ളൂ. പാറയെന്ന് കേട്ടപ്പോൾ മോശ പറഞ്ഞു, എനിക്കറിയാം,
അടിക്കാനല്ലേ. ബാക്കി കേട്ടില്ല. നേരെ പോയി പാറയോട് പാറയെ അടിച്ചു. ദൈവത്തിന് ജനത്തോടൊരു കരുണയുണ്ട്. ജനത്തോട് കരുണയുള്ളതുകൊണ്ട് ശുശ്രൂഷകൻ അനുസരണക്കേട് കാണിച്ചാണ് നിൽക്കുന്നതെങ്കിലും പാറ വെള്ളം തരും. ഞാൻ ഒന്നുകൂടെ പറയാം, പറഞ്ഞ ഹല്ലേലൂയാ. വളരെ ദൈവത്തിന് ജനത്തോടൊരു കരുണയുണ്ട്. ജനത്തോട് കരുണയുള്ളതുകൊണ്ട് ശുശ്രൂഷകൻ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് മാറിയാണ് നിൽക്കുന്നതെങ്കിലും ശുശ്രൂഷ ചെയ്യുമ്പോൾ ദൈവം ജനത്തിന് അനുഭവം കൊടുക്കും. പറഞ്ഞ ഹല്ലേലൂയാ. അത് ശുശ്രൂഷകന്റെ അഭിഷേകത്തിന്റെ തെളിവല്ല, ദൈവത്തിന് ജനത്തോടുള്ള കരുണയുടെ അടയാളമാണ്. പറഞ്ഞ ഹല്ലേലൂയാ. നടന്ന അനുഭവങ്ങളെ ശുശ്രൂഷകൻ തെറ്റിദ്ധരിക്കും. എന്താണെന്നറിയാമോ? അതെന്റെ ദൈവപ്രസാദത്തിന്റെ അടയാളമാണെന്ന് വിചാരിക്കും. എന്നിൽ ദൈവം പ്രസാദിച്ചതുകൊണ്ടാണ് ഈ രോഗശാന്തി നടന്നതെന്ന് വിചാരിക്കും. രോഗശാന്തി നടന്നത് നിന്നിൽ ദൈവം പ്രസാദിച്ചുകൊണ്ടല്ല, ദൈവം ജനത്തോട് കരുണ കാണിച്ചത് കൊണ്ടാണ്. പറഞ്ഞ ഹല്ലേലൂയാ. അപ്പൊ ഓരോ തവണ അത്ഭുതങ്ങളും അടയാളങ്ങളും ആവർത്തിക്കപ്പെടുമ്പോ നമ്മൾ ശുശ്രൂഷകർ തെറ്റിദ്ധരിക്കും ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന്. പറഞ്ഞ ഹല്ലേലൂയാ. മനസ്സിലായോ? ഉണ്ടെന്ന് തെറ്റിദ്ധരിക്കും. പക്ഷെ ഇപ്പൊ വെള്ളം വന്നത് മോശ കൃപയിലായിരുന്നോണ്ടല്ല, ദൈവത്തിന് ജനത്തോട് കരുതലുണ്ടായിരുന്നോണ്ടാണ്. മനസ്സിലായോ? അപ്പോ പാറയിൽ ചിലപ്പോ അടിച്ചാലും പാറ്റേണുകൾ ആവർത്തിച്ചാലും അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോ നമുക്ക് ഒരു കാലത്ത് ദൈവം തന്നൊരു അഭിഷേകമുണ്ട്, ഒരു കാലത്ത് ദൈവം നടത്തിയൊരു വഴിയുണ്ട്, ഒരു കാലത്ത് ദൈവം പറഞ്ഞു ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയൊക്കെ ഇപ്പോഴും 50 കൊല്ലം കഴിഞ്ഞ് ചെയ്താലും എന്തുണ്ടാവും? ജനത്തിന് കുറച്ച് നന്മയൊക്കെ ഉണ്ടാവും. അത് ജനത്തോട് ദൈവത്തിനുള്ള കരുണ. അത് മനസ്സിലായോ? അപ്പൊ എന്ത് ചെയ്തു? മോശ എന്ന് അടിച്ചെന്തുണ്ടെന്നറിയാമോ? അടിച്ചത് മോശക്കറിയാം, എനിക്ക് ഇതൊക്കെ ചെയ്യാൻ നല്ല പരിചയമുണ്ട്. പറഞ്ഞ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ടാണ് ആത്മീയ പ്രിൻസിപ്പിൾ നമ്പർ 1, അനുഭവം നമ്മളെ ചതിക്കും. ഇന്ന് ദൈവാത്മാവ് എങ്ങനെയാണ് ഞാൻ ദൈവജനത്തെ ശുശ്രൂഷ ചെയ്യേണ്ടത് എന്നെനിക്ക് വെളിപ്പെടുത്തി തരണമെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ കർത്താവിൻ്റെ അടുത്തിരുന്ന് അവനെ കേൾക്കണം. പറഞ്ഞ ഹല്ലേലൂയാ. ഇന്ന് രാവിലെ. മനസ്സിലായോ? എന്നോട് ഒരാൾ പറഞ്ഞു, പാപത്തിന്റെ കിടക്കയിൽ നിന്ന് ദൈവരാജ്യത്തിന്റെ വേദികളിലേക്ക് കയറിപ്പോകുന്നവര് കൂടുതലാണ്. പറഞ്ഞ ഹല്ലേലൂയാ. മനസ്സിലായോ? ഒരാൾ പറയാണ് അച്ഛാ, പാപക്കിടക്ക എന്നാണ് എഴുന്നേറ്റ് ഇങ്ങോട്ട് പോണേ ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക്. പറഞ്ഞ ഹല്ലേലൂയാ. അപ്പൊ അതുകൊണ്ട് എന്താ സംഭവിക്കുന്ന വെച്ചാല്, നമ്മള് ഒരു കാലത്ത് ദൈവം അയച്ച അഗ്നി ഇന്ന് ആ അളവില് സഭയിൽ ആവർത്തിക്കപ്പെടുന്നില്ല. എനിക്ക് മനസ്സിലായി. ഞാൻ 2-3 കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാം. ഒന്നാമത്തെ കാര്യം, അന്ന് നടന്ന പോലെ മാനസാന്തരങ്ങൾ ഇന്ന് നടക്കുന്നില്ല. ഉണ്ടോ ഇല്ലയോ? ഇല്ല. ഉണ്ടെങ്കിൽ എന്നോട് പറയണം, എന്റെ തെറ്റിദ്ധാരണ തിരുത്താൻ വേണ്ടിയാ. അന്ന് നടന്നതുപോലെ 80കളില് ആത്മാവിന്റെ കാറ്റടിച്ചപ്പോ അന്ന് നടന്ന പോലെ മാനസാന്തരങ്ങൾ ഇന്ന് നടക്കുന്നില്ല. ഉണ്ടോ? ഇല്ല. മാനസാന്തരങ്ങളിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് മനുഷ്യന്റെ ശ്രദ്ധ മാറിയതിന്റെ കാരണം മാനസാന്തരങ്ങൾ പ്രഘോഷിക്കപ്പെടുന്ന ശുശ്രൂഷകർക്ക് മാനസാന്തരം ഇല്ലാതായി. പറഞ്ഞ ഹല്ലേലൂയാ. പറഞ്ഞ ഹല്ലേലൂയാ. പറഞ്ഞ ഹല്ലേലൂയാ. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ ശുശ്രൂഷ ജീവിതത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന മനുഷ്യര്, ഞാൻ ഉൾപ്പെടെ, എന്ത് ചെയ്തു? അവർക്ക് മാനസാന്തരം ഇല്ല. അവർ പ്രസംഗിക്കുന്നേ ഉള്ളൂ മാനസാന്തരം. അതുകൊണ്ട് എന്താ സംഭവിച്ചു? കേൾക്കുന്നവന്റെ ഹൃദയം തകർന്ന് അവൻ മാനസാന്തരപ്പെടുന്ന ഒരു അഭിഷേകം വെളിപ്പെടുന്നില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയാ. 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 കർത്താവിന്റെ ആത്മാവ് അതിശക്തമായിട്ട് നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാവാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഉണർവ്, ഒരു അഗ്നി ഉണ്ടാവുന്നില്ല, അതൊരു അഭിഷേകം ഉണ്ടാവുന്നില്ല, ശരിക്കും ഒരു ഉണർവ് ഉണ്ടാവുന്നില്ല. ശരിക്കും എല്ലാം മറന്ന് എല്ലാം 2 കൈയും വിട്ട് കർത്താവിന് വേണ്ടി രാപകലില്ലാതെ കഷ്ടപ്പെടാനുള്ള ഒരു സംഭവം വരുന്നില്ല. എല്ലാ ശുശ്രൂഷാ കേന്ദ്രങ്ങളും നിങ്ങൾ അടുത്ത് ചെന്ന് പരിചയം ചോദിച്ചോ, അല്ലെ ഇടപെട്ടോ, സംസാരിച്ചോ, എന്താ പറയാൻ പോണേന്നറിയാമോ? അതായത്, ഒന്ന്, ശുശ്രൂഷകൾക്കിടയിൽ ഭിന്നത, വഴക്ക്, പ്രശ്നം, പാപം, അനുസരണക്കേട്, ആ പ്രശ്നം, ഈ പ്രശ്നം, ഇത് മനസ്സിലായോ? ഒറ്റക്കെട്ടായിട്ട് ദൈവരാജ്യത്തിന് വേണ്ടി പണിയെടുക്കേണ്ടവരെ പല തട്ടുകളിലായിട്ട് പിശാച് ചതറിപ്പിച്ച് എന്തുണ്ടെന്നറിയാമോ? ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് വിശുദ്ധിയില്ല. പറഞ്ഞ ഹല്ലേലൂയാ. വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ദാഹമില്ല. ശുശ്രൂഷാ ജീവിതത്തെ മാത്രം ശ്രദ്ധിച്ചു, സ്വകാര്യ ജീവിതത്തിന്റെ വിശുദ്ധിയെ ശ്രദ്ധിച്ചില്ല. പറഞ്ഞ ഹല്ലേലൂയാ. ഞാനൊരു കാര്യം പറയാം, എന്തെന്നറിയാമോ? അതായത് ഗോലിയാത്തുമാർ ഇന്ന് നിൽക്കുകയാണ്. ഞാൻ ഒരു എക്സോർസിസ്റ്റ് പറയുന്നത് കേൾക്കുകയായിരുന്നു.
ഒരു വലിയ പിശാച് ബഹിഷ്കരിക്കുന്ന ഒരു പുരോഹിതൻ പറയുന്നത് ഞാൻ കേൾക്കുകയാണ്. അമേരിക്കയിലുള്ളൊരു അച്ഛനാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഇന്ന് പിശാചിനെ ബഹിഷ്കരിക്കാൻ പാടാന്ന്. പറയുന്ന ആരാ? പറയുന്നത് കത്തോലിക്ക സഭയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നതിലെ ടോപ്പ് നമ്പർ 1 എക്സോർസിസ്റ്റ് ഒരാൾ പറയാണ് സാത്താനെ ബഹിഷ്കരിക്കാൻ ഇന്ന് പാടാന്ന്. പറഞ്ഞേ ഹല്ലേലൂയാ. അദ്ദേഹം അങ്ങനെ പറയുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാരണമുണ്ട്. സഭയ്ക്ക് നൽകപ്പെട്ട അധികാരത്തിലും കൃപയിലുമാണ് ഈ ശുശ്രൂഷ നടക്കുന്നത്. ഞാൻ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. സഭയ്ക്ക്, അതായത് ഒരു വ്യക്തിയുടെ അഭിഷേകത്തിലല്ല പിശാച് പുറത്തു പോണത്. പറഞ്ഞേ ഹല്ലേലൂയാ. പിശാച് ബഹിഷ്കരണത്തിന് കൃപ കൊടുത്തിരിക്കുന്ന വ്യക്തിയുടെ വ്യക്തിപരമായ കൃപയിലല്ല പിശാച് പുറത്തു പോണത്. പിശാച് പുറത്തു പോണത് സഭയ്ക്ക് നൽകപ്പെട്ട കൃപയിലാണ്. സഭയ്ക്കാണ് ഇത് നൽകപ്പെട്ടത്. ശ്രദ്ധിച്ച് കേൾക്കണം. ഇപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? സഭയ്ക്ക് പിശാചിനെ ബഹിഷ്കരിക്കുന്നതിന് നൽകപ്പെട്ട അധികാരം പവർഫുള്ളായിട്ട് എക്സർസൈസ് ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം സഭാമക്കളില് പിശാച് നല്ലതുപോലെ താവളം ഉറപ്പിച്ചിട്ടുണ്ട്. പിശാചിന്റെ ഹബ്ബായിട്ട് സഭാമക്കൾ മാറി ഒരു പരിധി വരെ ഒരുപാട് പേരുടെ ജീവിതത്തിൽ പിശാച് ഹെഡ്ക്വാർട്ടേഴ്സ് ഇട്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ആര് പറഞ്ഞാലും പിശാച് ഇപ്പോ പോകത്തില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലാവുന്നുണ്ടോ? പോവത്തില്ല. പോവാത്തതിന്റെ കാരണം എന്തെന്നറിയാമോ? അവൻ പറയാണ് എനിക്ക് എൻ്റെ താവളം ഇതിനകത്തുണ്ട് നല്ലപോലെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഞാൻ വചനത്തിൽ നിന്നൊരു കാര്യം നിങ്ങളെ ചൂണ്ടിക്കാണിക്കാം. ഗോലിയാത്ത് വന്ന് നിൽക്കാണ്. ഗോലിയാത്ത് വന്ന് നിൽക്കുന്നത് കണ്ടിട്ട് ദാവീദ് പടക്കളത്തിലേക്ക് സഹോദരന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ വന്ന ദാവീദ് പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവത്തെ ദുഷിക്കുന്ന ഈ വിജാതീയനെ നേരിടാൻ ഇവിടെ ആരുമില്ലേ? ഈ ഗോലിയാത്തിനെ നേരിടാൻ ഇവിടെ ആരുമില്ലേ? അപ്പൊ അത് കേട്ടിട്ട് പട്ടാളക്കാർ പറഞ്ഞു, നീ കണ്ടില്ലേ അവനെപ്പോ ഒരു മല്ലനെ എതിർത്ത് തോപ്പിക്കാൻ ആർക്ക് പറ്റും? അപ്പൊ ഈ ചെറുപ്പക്കാരൻ, ഈ കുട്ടി, ഈ ബാലൻ, കൗമാരക്കാരൻ, അവൻ പറഞ്ഞു ഞാൻ തോപ്പിക്കാന്ന് പറഞ്ഞു. ഞാൻ തോപ്പിക്കാം. അപ്പൊ ഈ വാർത്ത രാജാവിന്റെ ചെവിയിലെത്തി. രാജാവ് അവനെ വിളിച്ചു വരുത്തി. കേട്ടത് സത്യമാണോ? സത്യമാണ്, ഞാൻ തോപ്പിച്ചോളാം. അപ്പൊ രാജാവ് പറഞ്ഞു, മോനെ നീ കൊച്ചു പയ്യനല്ലേ, നിനക്കത് പറ്റുമോ? അപ്പൊ അവൻ രാജാവിനോട് പറഞ്ഞൊരു മറുപടിയുണ്ട്, കേൾക്കണേ. അവൻ രാജാവിനോട് പറഞ്ഞ മറുപടി, രാജാവേ, ഞാൻ എൻ്റെ അപ്പൻ്റെ ആടുകളെ മേയിച്ച് കാട്ടിലായിരിക്കുന്ന സമയത്ത് സിംഹവും കരടിയൊക്കെ വരുമ്പോ ഞാൻ ആ സിംഹത്തെയും കരടിയെയും അതിൻ്റെ ജടയ്ക്ക് പിടിച്ച് അതിൻ്റെ മൂടിക്ക് പിടിച്ച് നിലത്തടിച്ച് കൊന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഗോലിയാത്തിനെ നേരിടാൻ എനിക്ക് പറ്റും. എന്താണ് ദാവീദ് പറയുന്നത്? ബൈബിളിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം. പിശാചിനെ കുറിച്ച് പറയാൻ ഈശോ ഉപയോഗിക്കുന്ന ഒരു വാചകമാണ് പിശാച് അലറുന്ന സിംഹത്തെ പോലെ. പിശാച് അലറുന്ന സിംഹത്തെ പോലെ. വെളിപാട് പുസ്തകത്തിൽ 12:13 നമ്മൾ കാണുന്നുണ്ട്, കടലിൽ നിന്ന് കയറി വരുന്ന മൃഗത്തിന് കരടിയുടെ രൂപസാദൃശ്യം. കരടി ബൈബിളില് പൈശാചിക പ്രതീകങ്ങളായിട്ട് മൃഗങ്ങളെ ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിന് പാമ്പ്, പുരാതന സർപ്പം, അലറുന്ന സിംഹം. അബ്രഹാം ഉൽപ്പത്തി 15 പറന്നു വരുന്ന കഴുകൻ പൈശാചിക സിംബലുകളാണ്. കരടി, പുള്ളിപ്പുലി പൈശാചിക സിംബലാണ് ബൈബിളിൽ ചിലയിടങ്ങളിൽ. അപ്പൊ ദാവീദ് പറയുകയാണ്, ഞാൻ എൻ്റെ സ്വകാര്യ ജീവിതത്തിൽ, നിങ്ങൾ കാണാത്തൊരു ജീവിതമുണ്ട് എനിക്ക്. നിങ്ങൾ കാണുന്നത് ഇപ്പോൾ ഗോലിയാത്തിനെ നേരിടാൻ ഈ പടക്കളത്തിൽ ഞാൻ നിൽക്കുന്നതാണ്. നിങ്ങൾ കാണാത്തൊരു സ്വകാര്യ പ്രൈവറ്റ് ലൈഫ് ഉണ്ട് എനിക്ക്. നിങ്ങൾ കാണാത്തൊരു ജീവിതം. ആ കാണാത്ത ജീവിതത്തില് ഞാൻ അനേകം പൈശാചിക അരൂപികളെ, പാപത്തിന്റെ അരൂപികളെ, പ്രലോഭനത്തിന്റെ അരൂപികളെ, അശുദ്ധിയുടെ അരൂപികളെ അതിനെ മുടിക്ക് പിടിച്ച് അടിച്ച് എൻ്റെ സ്വകാര്യ ജീവിതത്തിന്റെ പ്രൈവറ്റ് ലൈഫില് ഞാൻ പാപത്തെ തോപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഗോലിയാത്തിനെ എനിക്ക് നിസ്സാരമായിട്ട് തോപ്പിക്കാൻ പറ്റും. പറഞ്ഞേ ഹല്ലേലൂയാ. എനിക്ക് മനസ്സിലായോ? സ്വകാര്യ ജീവിതത്തില് ഞാൻ അനേക തവണ പാപത്തെ ജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ വെളിയിൽ നിൽക്കുന്ന പിശാചിനെ പുറത്താക്കാൻ എനിക്ക് കർത്താവിന്റെ കൃപയുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഗോലിയാത്തുമാരിന്ന് കൊല്ലപ്പെടാതെ നിൽക്കുന്നതിന്റെ കാരണം സ്വകാര്യ ജീവിതത്തിന്റെ പരിശുദ്ധി ഇല്ലാത്ത ഞാൻ ഉൾപ്പെടെയുള്ള ശുശ്രൂഷകരാണ്. പറഞ്ഞ ഹല്ലേലൂയാ. മനസ്സിലായോ? വിശുദ്ധി അജയ്യമായ പരിചയാണ്. പറഞ്ഞേ, വിശുദ്ധി അജയ്യമായ പരിച. ഹോളിനെസ് ഈസ് ഇൻവിസിബിൾ ഷീൽഡ്. വിശുദ്ധി അജയ്യമായ പരിച. ഭൂമിയിലെ ഏത് സംരക്ഷണ പ്രാർത്ഥനയെക്കാളും വലിയ സംരക്ഷണമാണ് ഒരു വ്യക്തിക്ക് വിശുദ്ധി തീർക്കുന്ന സംരക്ഷണ കവചം. വിശുദ്ധി അജയ്. ജ്ഞാനം 5:19. വിശുദ്ധി അജയ്യമായ പരിച. വിശുദ്ധി അജയ്യമായ പരിച. പറഞ്ഞേ, വിശുദ്ധി
അജയ്യമായ പരിച. ഒന്ന് കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശബ്ദം വിളിക്കുന്നു ഈശോയേ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഈശോ, ഈശോ, ഈശോ. കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. കരങ്ങളടിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ എന്നറിയാമോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഭിഷേകം ചൊല്ലിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വിശുദ്ധി, വിശുദ്ധി. ഹല്ലേലൂയ. അതായത് പാപവുമായി ഒരു ശുശ്രൂഷകന് ഒരു തരത്തിലും കോംപ്രമൈസ് ഉണ്ടാവരുത്. പാപമില്ല, പാപത്തോട് ഞാൻ യുദ്ധത്തിലാണ്. ഞാൻ പാപം ചെയ്യില്ല. ഞാൻ കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് പാപത്തെ അതിജീവിക്കും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് ഈശോ എന്തിനാ വന്നേ? യോഹന്നാൻ ശ്ലീഹ പറയുന്നുണ്ട്, പിശാചിന്റെ പ്രവർത്തികളെ നശിപ്പിക്കാനാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. പിശാചിന്റെ പ്രവൃത്തി, പറഞ്ഞേ, പിശാചിന്റെ പ്രവർത്തികളെ നശിപ്പിക്കാനാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. പിശാചിന്റെ പ്രവർത്തികളെ നശിപ്പിക്കാനാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, വളരെ ശ്രദ്ധിക്കുക. ഈ ഡെസക്കറേഷൻ എന്നൊരു പരിപാടിയുണ്ട്. ഡെസക്കറേഷൻ ഞാൻ മാർ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ അവിടെ തൊട്ടടുത്തൊരു ഹോസ്റ്റലിൽ താമസിച്ചിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ വേറൊരു അച്ഛനുണ്ട്. ഞങ്ങൾ രണ്ടുപേരുമാണ് വാർഡന്മാർ. അപ്പോൾ അച്ഛനാണ് വലിയ വാർഡൻ, ഞാൻ ചെറിയ വാർഡൻ. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും അവിടെ താമസിക്കുമ്പോൾ അച്ഛനും നല്ല പ്രാർത്ഥനയുള്ള അച്ഛനാണ്. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, നമുക്കറിയാലോ, ഈ ഹോസ്റ്റലിനകത്ത് നമുക്ക് ആത്മാവിൻ്റെ ഒരു അഭിഷേകം, ഒരു കൃപയൊന്നും ഇല്ല. അതുകൊണ്ട് നമുക്ക് ഇതിനെ എല്ലാം വെഞ്ചരിച്ച് വിശുദ്ധീകരിച്ച് നമുക്ക് ഈ പിള്ളേരെ എല്ലാം ഒരുക്കി പ്രാർത്ഥിപ്പിച്ച് നമുക്കിതൊരു കൃപയുടെ സ്ഥലമായിട്ട് മാറ്റണം. അപ്പം അങ്ങനെ ഒരു 3 മാസത്തോളം അച്ഛനും ഞാനും കൂടെ ഈ ചെറുപ്പക്കാരോട് എല്ലാ ദിവസവും വൈകുന്നേരം അവരോട് സംസാരിച്ച് വചനം കൊടുത്ത് അവരെ ഒരുക്കി കുമ്പസാരിപ്പിച്ച് അങ്ങനെ ഞങ്ങൾ ഹോസ്റ്റൽ മുഴുവൻ വൃത്തിയാക്കി വെഞ്ചരിച്ച് പിള്ളേരെല്ലാം കൂടെ അവസാനം ഞങ്ങൾ വെഞ്ചരിച്ച് വിശുദ്ധീകരിച്ച് നല്ല സ്വർഗം പോലാക്കി. അന്ന് രാത്രി ഒരു കാര്യം നടന്നു. എല്ലാവരും ഉറങ്ങി കിടക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ, ഹോസ്റ്റലിൽ താമസിക്കുന്ന ചെറുപ്പക്കാരൻ, നേരെ പോയി എന്ത് ചെയ്തെന്നറിയാമോ? ആ ചാപ്പലിൽ വെഞ്ചരിച്ച് റെനോവേറ്റ് ചെയ്ത് വെഞ്ചരിച്ച് ആശീർവദിച്ചിട്ട ചാപ്പലിൽ അവൻ പോയി കിടന്ന് സ്വയംഭോഗം ചെയ്തു. ഇതിന്റെ പേരാണ് ഡെസക്രേഷൻ. എന്താണ് ഡെസക്രേഷൻ എന്ന് പറഞ്ഞാൽ? വിശുദ്ധ സ്ഥലങ്ങള് അശുദ്ധമാക്കുക. ഇത് പിശാചിന്റെ ഒരു ടാക്ടിക്കാണ്, ഒരു തന്ത്രമാണ്. എന്താണെന്നറിയാമോ? വിശുദ്ധ സ്ഥലങ്ങളെ മലിനമാക്കുക, ഹോളി പ്ലേസസിനെ മലിനമാക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കിയിരിക്കാൻ ഞാൻ പറയുകയാണ്, ഇന്ന് കൃപാവരം ജ്വലിക്കാത്തതിൻ്റെ പല കാരണങ്ങളിൽ ഒരു കാരണം വിശുദ്ധ സ്ഥലങ്ങളെല്ലാം പിശാച് അവൻ്റെ ഏജന്റുമാരെ വിട്ട് അശുദ്ധാക്കിയിട്ടുണ്ട്. ഞാൻ പ്രകടമായൊരു സാധനമായി പറഞ്ഞേ, അശുദ്ധമാക്കിയിട്ടുണ്ട്. പറഞ്ഞ ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ. അതെന്തെന്നറിയാമോ? അവന് പറ്റുന്ന ആളുകളെ വിട്ടിട്ട് അശുദ്ധമാക്കും, ഡെസക്കറേറ്റ് ചെയ്യും. ഞാൻ ബൈബിൾ പഠിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അന്തിയോക്കസ് എപ്പിഫാനസ് വന്ന് ദേവാലയം നശിപ്പിച്ചു. ദേവാലയം നശിപ്പിച്ചത് ദൈവമേ എന്തിനാണ്? ഞാൻ ആലോചിച്ചു, ദൈവമേ എന്തിനാണ് ഒരു വിജാതിയനെ നീ പള്ളിക്കകത്തോട്ട് കയറ്റിയിട്ട്? അന്തിയോക്കസ് എപ്പിഫാനസ് ചെയ്തതെന്നറിയാമോ? ജെറുസലേം ദേവാലയം അവിടെ സ്യൂസിന്റെ പ്രതിമ സ്ഥാപിച്ചു. അതാണ് വിനാശത്തിന്റെ അശുദ്ധ ലക്ഷണം വിശുദ്ധ സ്ഥലത്ത് നിൽക്കുമ്പോൾ ദാനിയേൽ പ്രവചിച്ചത്. മാത്രമല്ല, അയാൾ ദേവാലയത്തെ ബ്രോത്തൽ ഹൗസാക്കി, വേശ്യാലയമാക്കി. ജെറുസലേം ദേവാലയത്തെ വേശ്യാലയമാക്കി. ആര്? അന്തിയോക്കസ് എപ്പിഫാനസ്. അപ്പൊ ഞാനിത് പഠിച്ചപ്പോൾ ഞാനിങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവ്, എന്താണ് ഒരു വിജാതീയം വന്നിട്ട് ഞങ്ങളുടെ വിശുദ്ധ സ്ഥലം മലിനമാക്കാൻ നീ എന്താണ് അനുവദിച്ചത്? കർത്താവിന്റെ ആത്മാവ് എനിക്കൊരു സ്വരം തന്നു. വിജാതീയൻ അത് അശുദ്ധമാക്കുന്നതിന് മുമ്പേ സ്വജാതീയൻ പലതവണ അത് അശുദ്ധമാക്കിയിരുന്നു. ശ്രദ്ധിച്ച് നിങ്ങൾ കേട്ടോ. അതായത് പിശാച് ഒരു സ്ഥലം മലിനമാക്കണമെങ്കിൽ, അല്ലെങ്കിൽ വിജാതീയൻ ഒരു സ്ഥലം മലിനമാക്കണമെങ്കിൽ അതിനു മുമ്പ് തെരഞ്ഞെടുക്കപ്പെട്ടവൻ അത് മലിനമാക്കിയിട്ടുണ്ടാവും. തെരഞ്ഞെടുക്കപ്പെട്ടവൻ മലിനമാക്കിയതേ വെളിയിലുള്ളവൻ മലിനാക്കൂ. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കാം, ഭയാനകമായ പാപം
നമ്മുടെ ശുശ്രൂഷകരുടെ ഇടയിലുണ്ട്. പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. മനസ്സിലായോ? നിങ്ങൾ എന്നെ വെറുത്താലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും ചേർത്താണ് ഞാൻ പറയുന്നത്. ഭയാനകമായ പാപം ശുശ്രൂഷകരുടെ ഇടയിലുണ്ട്. പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. മനസ്സിലായോ? സാത്താന്റെ സിനഗോഗ് എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലമെന്ന് വെളിപാട് പുസ്തകം പറയുന്നില്ലേ? സാത്താൻ സിംഹാസനം ഇട്ടിരിക്കുന്നത് വെളിപാട് പുസ്തകം പറയുന്നില്ലേ? ഭയാനകമായ പാപം ശുശ്രൂഷകരുടെ ഇടയിലുണ്ട്. ഭയാനകമായ പാപം. മനസ്സിലാവുന്നുണ്ടോ? ഒരു വശത്ത് പാപം, മറുവശത്ത് ശുശ്രൂഷ. ഒരു വശത്ത് പാപം, മറുവശത്ത് ഡെലിവറൻസ്. ഒരു വശത്ത് പാപം, മറുവശത്ത് രോഗശാന്തി ശുശ്രൂഷ. ഒരു വശത്ത് പാപം, മറുവശത്ത് പ്രാർത്ഥനകൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവാണ്. ചേച്ചി, പരിശുദ്ധാത്മാവാരാ? പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാ, അശുദ്ധാത്മാവല്ല. അശുദ്ധാത്മാവല്ല, പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവാണ്. ഹോളി സ്പിരിറ്റ് ഈസ് ദ സ്പിരിറ്റ് which makes us holy. holy. മനസ്സിലാവുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് നമ്മളെ വിശുദ്ധരാക്കുന്ന ആത്മാവാണ്, അശുദ്ധരാക്കുന്ന ആത്മാവല്ല. അതുകൊണ്ടാണ് പറഞ്ഞ ദൈവം നമ്മളെ വിളിച്ചത് അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ്. പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ദൈവം നമ്മളെ വിളിച്ചത് അശുദ്ധിയിലേക്കല്ല. മനസ്സിലായോ? ശുശ്രൂഷ കഴിഞ്ഞ് പാപത്തിലേക്ക് പോവാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. ശുശ്രൂഷ നമ്മളെയും നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നവരെയും വിശുദ്ധരാക്കാനാണ്. പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ പറഞ്ഞ ലൂക്ക 1:35 ഞാൻ പറഞ്ഞു തരാം. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. പറ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. പരിശുദ്ധൻ, പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശ്രദ്ധിച്ച് കേൾക്കാമോ? ഈ ആത്മീയ ലോകത്ത് സ്പിരിച്വൽ റാങ്കിങ് ഉണ്ട്. സ്പിരിച്വൽ റാങ്കിങ്. ആത്മീയ ലോകത്ത് എന്താണെന്നറിയാം? സ്പിരിച്വൽ റാങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അതായത് ഇപ്പോ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ റാങ്ക് അല്ല ജില്ലാ കളക്ടറിന്. ജില്ലാ കളക്ടറിന്റെ റാങ്ക് അല്ല ക്യാബിനറ്റിലെ ഒരു മന്ത്രിക്ക്. മന്ത്രിയുടെ റാങ്ക് അല്ല മുഖ്യമന്ത്രിക്ക്. മുഖ്യമന്ത്രിയുടെ റാങ്ക് അല്ല പ്രധാനമന്ത്രിക്ക്. മനസ്സിലായ? റാങ്കിങ് വേറെയാണ്. റാങ്കിങ്, സ്പിരിച്വൽ റാങ്കിങ് ഉണ്ട്. ഈ ആത്മീയ ലോകത്തെ റാങ്കിങ് കൂടുന്നതിനനുസരിച്ച് മനുഷ്യരിൽ നിന്ന് തിന്മ പുറത്തു പോകത്തുള്ളൂ. അതായത് ഒരു ശുശ്രൂഷ ചെയ്യുമ്പോൾ മനുഷ്യരിലെ തിന്മ പുറത്തു പോകണമെങ്കിൽ ആ തിന്മയ്ക്ക് റാങ്ക് ഉണ്ട്. പിശാചിന് കാറ്റഗറികളുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്താണെന്നറിയാമോ? അതായത് എന്തെന്നാൽ നമ്മൾ പോരാടുന്നത് മാംസത്തോടും രക്തത്തോടുമല്ല, പ്രഭുത്വം, ആധിപത്യം, അന്ധകാര ലോകത്തിന്റെ അധിപന്മാർ, സ്വർഗീയിടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾ. കണ്ട കാറ്റഗറികളുണ്ട്. അന്തരീക്ഷ സ്പിരിറ്റുകളുണ്ട്, മറൈൻ സ്പിരിറ്റുകളുണ്ട്, റെപ്റ്റൈൽ സ്പിരിറ്റുകളുണ്ട്, സാത്താന്യ സർപ്പ സ്പിരിറ്റുകളുണ്ട്. ഇങ്ങനെ സ്പിരിറ്റ് പല റാങ്കുണ്ട്. ഫോളൻ ഏഞ്ചൽ ഉണ്ട്, ഡീമൻസ് ഉണ്ട്, അശുദ്ധാരൂപിയുണ്ട്. ഇങ്ങനെ പല റാങ്കുണ്ട് ഇതിന്. ഏറ്റവും ടോപ്പ് ഇരിക്കുന്ന ആരാ? ലൂസിഫർ. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ലൂസിഫറിനെ വല്ലവരും ബന്ധിക്കുന്ന കണ്ടിട്ടുണ്ടോ? ബന്ധിക്കത്തില്ല. ലൂസിഫറിനെ ബന്ധിക്കുന്നത് എപ്പോഴാ? കർത്താവിന്റെ 2ാം വരവിലാണ് ബന്ധിക്കുന്നത്. ലൂസിഫറിനെ അറിയാതെ വല്ലവരും ബന്ധിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ബോധമുള്ള ആരും പോയി ലൂസിഫറിനെ ബന്ധിക്കാൻ പോവില്ല. പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. ലൂസിഫറിനെ ബന്ധിക്കുന്നത് കർത്താവ് ഈശോയുടെ 2ാം വരവിൽ, മടങ്ങി വരവിലാണ് ലൂസിഫറിനെ ബന്ധിക്കുന്നത്. പിന്നെ അറിയാൻ വയ്യാത്തവർ പോയി എല്ലാത്തിനെയും ബന്ധിക്കും. അപ്പം ഇതിന് റാങ്കുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ റാങ്ക് അനുസരിച്ച് നമ്മൾ പറയുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പുറത്തു പോകുമെന്ന് പറഞ്ഞാൽ ഈ പാറ്റയും പഴുതാരയൊക്കെ പോവും. പാമ്പ് പോത്തില്ല, പുള്ളിപ്പുലി പോത്തില്ല, കരടി പോത്തില്ല, സിംഹം പോത്തില്ല, ഡ്രാഗൺ പോത്തില്ല, ലെവിയാതം പോത്തില്ല. ലെവിയാതം പോകണമെങ്കിൽ അവനോട് പോകാൻ പറഞ്ഞാൽ പുറത്തു പോകുന്ന സ്പിരിച്വൽ റാങ്കുള്ള ശുശ്രൂഷകൻ ആ റാങ്കിൽ ഉയർന്നവൻ പറയണം, എന്നാലേ പോകും. പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ആ ഈ റാങ്കിൽ ഉയരാതിരിക്കാൻ അവൻ എന്നാ എന്നറിയാമോ? പാപത്തിൽ കെട്ടിയിടും. പിശാച് പാപത്തിൽ കെട്ടിയിടും. പാപം എന്ന് പറയുന്ന ഒരു കുറ്റിക്കകത്ത് കെട്ടിയിടും. അപ്പൊ ആ കയറിന്റെ നീളം അനുസരിച്ച് ഇവൻ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അവന് പറക്കാൻ പറ്റത്തില്ല. അവന് വലിയ സ്പിരിറ്റുകളെ ബന്ധിക്കാൻ പറ്റില്ല.
അവന് വലിയ കെട്ടഴിക്കാൻ പറ്റില്ല. അവന് കുടുംബങ്ങളിൽ ബന്ധനാവസ്ഥ, അവന് പാപത്തിൽ നിന്ന് മാനസാന്തരത്തിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ പറ്റില്ല. കാരണം എന്താ പറയുക, അവൻ്റെ റാങ്ക് താഴെയാ. അവൻ പറഞ്ഞാൽ എന്ത് പോവും? പഴുതാനയും പാറ്റയൊക്കെ പോവും, പല്ലിയൊക്കെ പോവായിരിക്കും, വലിയ സാധനമൊന്നും പോവില്ല. അപ്പം അതുകൊണ്ട് ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നമ്മുടെ അവസ്ഥ. ആത്മീയ ജീവിതത്തിൽ വളരണമെങ്കിൽ ഇനി വിശുദ്ധ ജീവിതത്തിൽ എക്സെപ്ഷണലായ വിശുദ്ധിയിൽ ശുശ്രൂഷകർ വളർന്നാലേ പറ്റൂ. അല്ലാതെ ഇനി ഒരു ചെപ്പടി വിദ്യ കൊണ്ടും തീ ഇറങ്ങുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. മനസ്സിലായോ? ഫോർമുലകൾ മാറി മാറി പരീക്ഷിച്ചത് കൊണ്ട് ഇനി പരിശുദ്ധാത്മാവൊന്നും വരാൻ പോണില്ല. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. മനസ്സിലായോ? മനസ്സിലായി. ആ തിരിച്ച് പ്രാർത്ഥന അങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് തിരിച്ച് അത് ചെയ്ത് ഇങ്ങനെ ചെയ്ത് പല പ്രാർത്ഥനകൾ ചേർത്ത് പല കൂട്ടുകൾ ചേർത്ത് ഏത് കൂട്ട് ചേർത്താലും വിശുദ്ധി എന്ന് പറയുന്ന അടിസ്ഥാനപരമായ ഇന്ധനം ഇല്ലാതെ ദൈവാത്മാവ് ഇനി വരാൻ പോണില്ല. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹം. അതായത് ഒരു ശുശ്രൂഷകൻ ആദ്യം ആഗ്രഹിക്കേണ്ട, ദൈവമേ സകല പാപത്തെയും ജയിക്കാൻ എനിക്ക് നീ കൃപ തരണം. എൻ്റെ രഹസ്യ ജീവിതത്തിലെ പാപങ്ങളെ ജയിക്കാൻ, സ്വയംഭോഗത്തെ ജയിക്കണം, സുവർഗഭോഗത്തെ ജയിക്കണം, വ്യഭിചാരത്തെ ജയിക്കണം, മോഷണത്തെ ജയിക്കണം, മോഷണം, അത്യാഗ്രഹത്തെ ജയിക്കണം. മാമോൻ ദൈവാവരുത്. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ നീ പറഞ്ഞാൽ ആര് പോവും? ഡ്രാഗൺ പോവും, പെരുമ്പാമ്പ് പൈതൺ പോവും, സർപ്പന്റ് പോവും. നീ പറയുമ്പോ കരടി പോവും, സിംഹം പോവും. ദാവീദ് പറഞ്ഞില്ലേ, അവനെ മുടിക്ക് പിടിച്ച് അവനെ ഞാൻ അടിച്ച് കൊല്ലും. എന്താണെന്നറിയാമോ? വ്യക്തി ജീവിതത്തിൽ പാപത്തെ ജയിച്ചിട്ടുണ്ട്. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ നാളുകളിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി നിങ്ങൾ തീ പോലെ ഇറങ്ങണേന്നൊന്നും പാടണ്ട. കർത്താവേ എന്നെ കുറെ കൂടെ വിശുദ്ധനാക്കണേന്ന് പ്രാർത്ഥിക്ക്. വിശുദ്ധനാക്കണേന്ന്. വിശുദ്ധിയുടെ നിലവാരം കയറി വരുന്ന അനുസരിച്ച് നിന്റെ ആത്മീയ ജീവിതത്തിൽ ദൈവശക്തി കൂടി വരുന്നത് കാണാൻ പറ്റും. മറ്റേതെല്ലാം ഉണ്ടല്ലോ, വ്യാജാഗ്നിയാണ്. ഫേക്ക് ഫയർ, വ്യാജാഗ്നി. പാപത്തിൽ കിടന്നിട്ട് എഴുന്നേറ്റ് വന്ന് ശുശ്രൂഷ ചെയ്യുമ്പോൾ എന്തെങ്കിലും അത്ഭുതം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ അത്ഭുതത്തിന്റെ പിന്നില് പരിശുദ്ധാത്മാവല്ല, പിശാചാണെന്ന് അറിഞ്ഞോണം. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫേക്കാണ് ഫയർ, ഫേക്കാണ്. കാരണം ഹോളി സ്പിരിറ്റിന് അവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. തിന്മ കിടക്കുന്ന സ്ഥലമാണ് ശുശ്രൂഷകന്റെ ജീവിതം. അങ്ങനെയാണെങ്കിൽ പറ്റില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു 100 അനുഭവം എന്റെ തലയിൽ വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? വലിയ വലിയ ശുശ്രൂഷകരായിരിക്കും, പക്ഷെ എന്താ? പാപം, വൈരാഗ്യം, വെറുപ്പ്, പിണക്കം, പാരവെപ്പ്, പുതിയകാൽ വെട്ടുക, പാര വെക്കുക, കാല് വാരുക. ആരുടെ ഇടയില? രാഷ്ട്രീയക്കാരുടെ ഇടയിലല്ല. ആരുടെ ഇടയില? രാഷ്ട്രീയക്കാരുടെ ഇടയിലല്ല. കള്ളന്മാരുടെ കൊള്ളക്കാരുടെ ഇടയിലല്ല. ദൈവവചനം പ്രസംഗിക്കുന്നവരുടെ ഇടയിൽ. എന്നിട്ട് പറയാണ് തീ പോലെ ഇറങ്ങണേന്ന്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ജയിലിൽ കിടന്നിട്ട് ചെങ്ങലയിട്ട കരം കൊട്ടി പാടിയപ്പോ ആത്മാവ് ഇറങ്ങി വന്നു. മനസ്സിലായി? AC റൂമിൽ കിടന്നിട്ട് ചാനൽ മാറ്റിയിട്ട് തീ പോലെ ഇറങ്ങണേന്ന് പറഞ്ഞാലൊന്നും ഇറങ്ങത്തില്ല. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലായോ? ഒരു സമർപ്പണം, ഒരു വില കൊടുത്തവൻ ആ ജയിൽ മുറിയിൽ നിന്ന് പാടിയപ്പോഴാണ് ആ ജയിലിന്റെ അടിത്തറ ഇളക്കുന്ന ഒരു തീ ജയിലിനകത്തേക്ക് ഇറങ്ങി വന്നത്. മനസ്സിലായോ? സമർപ്പണം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. സമർപ്പണം, അങ്ങനൊരു സാധനമുണ്ട്, സമർപ്പണം. ആ സമർപ്പണം കൊടുത്തവന്റെ പ്രാർത്ഥനയ്ക്കകത്തേക്കാണ് ദൈവത്തിന്റെ തീ ഇറങ്ങിയത്. അത് കൊടുക്കാനില്ല, അത് കൊടുക്കാൻ പറ്റില്ല. കഷ്ടപ്പെടാൻ വയ്യ, സമർപ്പിക്കാൻ വയ്യ. കംഫർട്ടബിളായ സോണുകളെ ഓപ്പറേറ്റ് ചെയ്യൂ. ഏറ്റവും കംഫർട്ടബിളായിട്ട് ഓപ്പറേറ്റ് ചെയ്യൂ. കഷ്ടപ്പെടാൻ വയ്യ, ഉറക്കം കളയാൻ വയ്യ, അലയാൻ വയ്യ. എന്നിട്ട് പറയാണ്, എന്ത് പറയണം? കർത്താവേ പുത്തൻ അഭിഷേകം, പുത്തൻ അഭിഷേകം. പഴയതുകൊണ്ട് നീ എന്നാ പിണ്ണാക്ക് ചെയ്തു? പുത്തൻ. എല്ലാവർക്കും പുത്തൻ മതി. പഴയത് കൊണ്ട് നീ എന്നാ പിണ്ണാക്ക് ചെയ്തെന്ന്? പഴയത് കൊണ്ട്. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? എല്ലാവർക്കും പുതിയ അഭിഷേകം, പുതിയ അഭിഷേകം. പുതിയ എന്തിനാ? പഴയത് ഇവിടെ വെറുതെ കിടക്കല്ലടാ. ദൈവം ഒരു കാലത്ത് തന്ന തീ നീ എന്ത് ചെയ്തു? ദൈവം ഒരു കാലത്ത് തന്ന തീ നീ എന്ത് ചെയ്തു? അത് നിന്റെ ജീവിതത്തിൽ ഒരു 10 പാപത്തെ തോപ്പിക്കാൻ നിന്നെ സഹായിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് സുവിശേഷാ നീ പറയണേ? അതായത് എടാ, നീ പറയുന്ന തീക്ക് നിന്റെ ജീവിതത്തിലെ മുള്ളിനെ കത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ നീ ആരുടെ മുള്ളു കത്തിക്കുമെന്ന് പറയണേ? പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഒരു റിവൈവൽ ഉണ്ടാകണമെങ്കിൽ വിശുദ്ധി ഉണ്ടാവണം. ഇനി അല്ലാതെ ഉണ്ടാവില്ല. ഞാൻ എഴുതി വെച്ചോ, ഡേറ്റ് ഇട്ട് എഴുതി വെച്ചോ, എല്ലാം പട്ടുപോത്തേ ഉള്ളൂ.
എഴുതി വെച്ചോ, ഡേറ്റ് ഇട്ട്. എവിടെ വിശുദ്ധിയുണ്ടോ ആ ശുശ്രൂഷകളെ ദൈവം അഭിഷേകം ചെയ്യും. എവിടെ വിശുദ്ധിയുണ്ടോ ആ ശുശ്രൂഷകരെ ദൈവം അഭിഷേകം ചെയ്യും. എവിടെ വിശുദ്ധിയുണ്ടോ അവിടെ ദൈവം ആ മാനസാന്തരങ്ങൾ തീ അയക്കും. അവിടെ ആത്മാക്കളുടെ കൊയ്ത്തുണ്ടാവും. അവിടെ ജീവിതങ്ങൾ മാറി മറിയും. പറഞ്ഞ ഹല്ലേലൂയാ. മനസ്സിലായോ? മറ്റേത് നിങ്ങൾക്ക് പറയാൻ, യൂട്യൂബിൽ പറയാൻ കുറച്ച് സാക്ഷ്യങ്ങൾ ഉണ്ടാവും, അത്രേ ഉള്ളൂ. അതിനപ്പുറത്ത് ഒന്നും ഉണ്ടാവാൻ പോണില്ല. മനസ്സിലായോ? ഇന്ന് സാക്ഷ്യം പറഞ്ഞവരെ 2 ആഴ്ച കഴിഞ്ഞ് വിളിച്ചു ചോദിച്ചാൽ അവർ തിരിച്ചു പറയും. ജീവിതം മാറിയോ? അത് പറ. എത്ര പേരുടെ ജീവിതം മാറി? അത് പറ. എത്ര പേര് സുവിശേഷത്തിന് വേണ്ടി സമർപ്പിച്ചു? എത്ര പേര് മിഷണറിമാരായി? എത്ര പേര് വടക്കേ ഇന്ത്യയിലെ ഗ്രാമങ്ങളിലേക്ക് പോകാൻ തയ്യാറായി? എത്ര പേര് ആത്മാക്കൾക്ക് വേണ്ടി ദാഹിച്ചിരിക്കുന്ന ജനത്തിന് വേണ്ടി ജീവിതം തീരെഴുതി കൊടുക്കാൻ തയ്യാറായി? അത് പറ. അതാണ് സുവിശേഷ പേരുടെ ഫലം. യൂട്യൂബിൽ കേട്ട സാക്ഷ്യങ്ങളല്ല. പറഞ്ഞ ഹല്ലേലൂയാ. എത്ര പേര് ചങ്ക് പറിച്ച് കർത്താവിന് വേണ്ടി കൊടുക്കാൻ തയ്യാറായി? അതാണ് ഒരു ഇവാഞ്ചലൈസേഷൻ, ഒരു ശുശ്രൂഷയുടെ പ്രോഡക്റ്റ്. അതാണ്. അപ്പൊ അതുണ്ടാകണമെങ്കിൽ ദാനിയേലേ, നീ എന്താവണം? വിശുദ്ധനാവണം. നീ പാപം ചെയ്യരുത്. നിന്റെ കൂടെ നിൽക്കുന്ന ഒരുത്തന് നിന്റെ നേരെ കൈ ചൂട്ടിയിട്ട് അച്ഛൻ ഈ പാപം ചെയ്തത് ശരിയായില്ല എന്ന് പറയാൻ ദാനിയേലിന് ഇടയാവരുത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് എന്ത് ചെയ്യണം? ഓരോ നിമിഷവും ഓരോ സെക്കൻഡിലും കർത്താവിന്റെ മുമ്പിൽ എളിമപ്പെട്ട് കർത്താവിനെ ആശ്രയിച്ച്, ദൈവമേ എനിക്ക് ഒന്നാമത് എന്താ തരണ്ടേ? ഒരു ശുശ്രൂഷകൻ ഉണ്ടാവേണ്ടത് വിശുദ്ധിയാണ്. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. പറഞ്ഞ ഹല്ലേലൂയാ. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. എടുക്ക് തിമോത്തിക്ക് അപ്പോസ്തലനായ പൗലോസ് എഴുതിയ 2-ാമത്തെ ലേഖനം 2-ാം അധ്യായം, 2 തിമോത്തി 2-ാം അധ്യായം, 2 തിമോത്തി 2-ാം അധ്യായം വാക്യം 19. 2 തിമോത്തി 2:19 മുതൽ വായിക്കേ. നിർത്തി വായിക്കേ. 2 തിമോത്തി 2:19 മുതൽ വായിക്കേ. എന്നാൽ ദൈവം ഉറപ്പിച്ച അടിത്തറ ഇളകാതെ നിൽക്കുന്നു. എന്തൊരു വചനാണെന്നറിയാവോ? അത് എന്തൊരു വചനാണെന്നറിയാവോ? ഒരാത്മാവൊന്ന് തുറക്കപ്പെട്ട ആ വചനം ഒന്ന് സ്വീകരിക്കും. ദൈവം ഉറപ്പിച്ച അടിത്തറ ഇളകത്തില്ല. മനസ്സിലായോ? ഏത് കാറ്റടിച്ചാലും ഇളകത്തില്ല. എത്ര സോഷ്യൽ മീഡിയ വിമർശിച്ചാലും ഇളകത്തില്ല. എത്ര കൂടെ നിൽക്കുന്നവർ ഒറ്റക്കൊടുത്താലും ഇളകത്തില്ല. എന്ത്? ദൈവം ഉറപ്പിച്ച അടിത്തറ ഇളകാതെ നിൽക്കുന്നത്. പറഞ്ഞേ, ദൈവം ഉറപ്പിച്ച അടിത്തറ ഇളകാതെ നിൽക്കും. ദൈവം ഉറപ്പിച്ച അടിത്തറ. അടുത്ത വാക്യം, അതിൽ ഇങ്ങനെ എന്തെന്നാൽ അതിൽ ഇങ്ങനെ മുദ്രിതമായിരിക്കുന്നു, കർത്താവ് തനിക്ക് സ്വന്തമായിട്ടുള്ളവരെ അറിയുന്നു. കേൾക്കണം നിങ്ങള്. കർത്താവ് തനിക്ക് സ്വന്തമായുള്ളവരെ അറിയുന്നു. ആരാണ് കർത്താവിന് സ്വന്തമായുള്ളവര്? അപ്പൊ ഞാൻ ചെന്നിട്ട് പറയും, കർത്താവേ, ഞാൻ നിന്റെ നാമത്തില് സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട്. ഞാൻ നിന്റെ നാമത്തില് പിശാചുക്കളെ പാറ്റയും പഴുതാരെയും പുറത്താക്കിയിട്ടുണ്ട്. ഞാൻ നിന്റെ നാമത്തില് രോഗികളെ സുഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ നിന്റെ നാമത്തില് ഇവാഞ്ചലൈസേഷൻ, ഞാൻ നിന്റെ നാമത്തിൽ ഇന്റർസെഷൻ ടീമിന്റെ ഭാഗമായിരുന്നു. കർത്താവ് എന്താ പറയാൻ പോണേ? അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്റെ അടുത്തുനിന്ന് അകന്നു പോ, എനിക്ക് നിങ്ങളെ അറിയത്തില്ലെന്ന്. എന്തൊരു ട്രാജഡിയാണത്. 50 കൊല്ലം ശുശ്രൂഷ ചെയ്തിട്ട് ഒടുവിൽ കർത്താവിന്റെ അടുത്ത് ചെല്ലുമ്പോ അവന്റെ ന്യായാസനത്തിന്റെ നീതിപീഠത്തിന്റെ മുമ്പിൽ നാണം കെട്ടി നിൽക്കേണ്ടി വരികയാണ്. എനിക്ക് നിന്നെ അറിഞ്ഞുകൂടാന്ന്. നിന്റെ നാമത്തിലെന്നാ ഞാൻ 1000 തവണ പറഞ്ഞുകൊണ്ടിരുന്നത്. യേശുവിന്റെ നാമത്തിൽ എന്നാ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ യേശു പറയാണ്, എനിക്ക് നിന്നെ അറിയാൻ പാടില്ലെന്ന്. എന്നാൽ ഇവിടെ പറയാണ്, കർത്താവിനെ അറിയാം. ആരെ അറിയാം? തനിക്ക് സ്വന്തമായുള്ളവരെ അവനറിയാം. ആരാണ് അവന് സ്വന്തമായുള്ളവർ? അടുത്ത വാക്യം വായിച്ചേ. കർത്താവിന്റെ നാമം വിളിക്കുന്നവരെല്ലാം പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കട്ടെ. അതാണ് കർത്താവിന് സ്വന്തമായുള്ളവര്. കർത്താവിന്റെ നാമം വിളിക്കുന്നവരെല്ലാം പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കട്ടെ. 10 വിശുദ്ധര് ചാലക്കുടി കൂടെ നടക്കണം, എറണാകുളത്തോടെ നടക്കണം, ഇരിങ്ങാലക്കുട കൂടെ നടക്കണം, കോഴിക്കോട് നടക്കണം, പാലക്കാട് നടക്കണം, തിരുവനന്തപുരത്ത് നടക്കണം. 10 വിശുദ്ധര് ഒറ്റ വചനം പോലും പ്രസംഗിക്കണ്ട. ഫിലിപ്പിനേര് നടന്നു പോകുമ്പോ ആളുകൾ ചങ്കത്തടിച്ച് പാവിയാണ് എന്ന് പറഞ്ഞ് കരയുമായിരുന്നു. എന്താ കാര്യം എന്നറിയാമോ? വിശുദ്ധിയാ നടന്നു പോകണം. വിശുദ്ധി മനസ്സിലാവുന്നുണ്ടോ? വിശുദ്ധി വേണം.
ഓരോ ദിവസവും ജീവിതത്തോട് യുദ്ധം ചെയ്യണം, പാപത്തോട് യുദ്ധം ചെയ്യണം. പാപത്തോട് യുദ്ധം ചെയ്തിട്ട് പാപത്തിൽ നിന്ന് കയറി പാപത്തിന്റെ തലയെ ചവിട്ടി നിൽക്കുമ്പോ അവിടെ തീ ഇറങ്ങും. എന്താ സംഭവിക്കുന്ന അറിയാമോ? കർത്താവ് പറയുന്ന കാര്യം എന്തെന്നറിയാമോ? ഒരുപാട് യാന്ത്രികതയുണ്ട്. ശുശ്രൂഷകൾ ഇങ്ങനെ ചെയ്ത് പോകുന്നു, കുറെ കാലമായിട്ട് ചെയ്യുന്നുണ്ട്, അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ട് പോണു. ഇങ്ങനെ യാന്ത്രികതയാണ്. വളരെ വേഗത്തിൽ ഓടി വരുന്നൊരു വണ്ടി, കേൾക്കണേ, മടുത്തോ നിങ്ങൾ? വളരെ വേഗത്തിൽ ഓടി വരുന്നൊരു വണ്ടി ഭയങ്കര സ്പീഡിൽ ഓടി വരികയാണ്. അങ്ങനെ സ്പീഡിൽ ഓടി വരുമ്പോൾ അതിൻ്റെ എൻജിൻ നിന്ന് പോയാൽ വണ്ടി പോവോ? പിന്നെ പോവും. പോവോ? വണ്ടി വളരെ സ്പീഡിൽ ഓടി വരുന്നൊരു വണ്ടി, എൻജിൻ നിന്ന് പോയി, വണ്ടി മുന്നോട്ട് പോവോ? പോവും. വന്ന മൂച്ചില് കുറെ ദൂരം കൂടെ പോവും. ഇന്ന് ഒരുപാട് ശുശ്രൂഷകള് ഈ വന്ന മൂച്ചി പൊക്കൊണ്ടിരിക്കുകയാണ്. എൻജിൻ ഓഫാണ്. മനസ്സിലായി? ഈ വന്ന മൂച്ചിൽ പൊക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, വന്ന സ്പീഡിൽ അങ്ങ് പോന്നേ ഉള്ളൂ. ഒരു കാലത്ത് ഇത് കത്തിച്ചു വിട്ടവന്റെ അഭിഷേകത്തില് ഇത് പോണെന്നേ ഉള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഈ വണ്ടി മുന്നോട്ട് പോകണമെങ്കിൽ എൻജിൻ സ്റ്റാർട്ട് ആവണമെങ്കിൽ വിശുദ്ധി ഉണ്ടാവണം. അതായത് ഓരോരുത്തരും, മനസ്സിലായോ? ഫ്രം ടോപ്പ് ടു ബോട്ടം, അടിമുടി വിശുദ്ധരാവണം. പാപത്തെ തോപ്പിക്കണം, കയറി വരണം, ലോകമോഹങ്ങൾ ഉപേക്ഷിക്കണം, എനിക്ക് എന്ത് കിട്ടുമെന്നുള്ള ചിന്തകൾ കളയണം, സ്വാർത്ഥത വെടിയണം. പിശാചിനെതിരെ യുദ്ധം ചെയ്യുമ്പോൾ അവന്റെ മുഴുവൻ സാധനം ഇതിനകത്തിരിക്കുക. സാത്താനോടാ യുദ്ധം, പക്ഷെ അവന്റെ മുഴുവൻ പരിപാടികളുടെ കയ്യില് അഹങ്കാരം. മനസ്സിലായോ? ഇല്ലെങ്കിൽ മാത്രം ഹല്ലേലൂയ പറയണം. അഹങ്കാരം ഇല്ലെങ്കിൽ മാത്രം ഹല്ലേലൂയ പറയണം. ഇല്ലെങ്കിൽ മാത്രം അഹങ്കാരം. അല്ല, ഉണ്ടാവും. നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അസൂയ, മാത്സര്യം, ഭിന്നത, കലഹം, എനിക്ക് വളരണമെന്നുള്ള ആഗ്രഹം, അശുദ്ധി, ധനമോഹം, സ്വയം വിഗ്രഹാവുന്ന അവസ്ഥ, ഒരു തിരുത്തൽ പോലും വാങ്ങാൻ പറ്റാത്ത അവസ്ഥ, ഇത് മുഴുവൻ അകത്ത് കിടക്കുക. എന്നിട്ട് പറയാണ് യേശുവിന്റെ നാമത്തിൽ എല്ലാത്തിനെയും ബന്ധിക്കുക. എന്തൊരു കോമഡിയാണത് ചേട്ടാ! നിങ്ങൾക്ക് മനസ്സിലാവുന്നോ? കള്ളന്മാര് കൊള്ളക്കാര് മുഴുവൻ ഈ വീടിനകത്തിരിക്കുക. കള്ളന്മാര് വീടാണ്. ആ കള്ളന്മാര് കൊള്ളക്കാര് മുഴുവൻ, തീവ്രവാദികൾ മുഴുവൻ ഈ വീടിനകത്തിരിക്കുകയാണ്. എന്നാൽ നമ്മൾ വെളിയിലോട്ട് നോക്കി വേലിയിൽ നിന്ന് വെടിവെച്ചിട്ട് പറയാണ് യേശുവിന്റെ നാമത്തിൽ തീവ്രവാദി ഞാൻ ഷൂട്ട് ചെയ്തെന്ന്. എടാ, ഇവിടാണെന്ന് അവന്മാര്. കർത്താവിന്റെ നാമം വിളിക്കുന്നവരെല്ലാം പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കട്ടെ. കർത്താവിന്റെ നാമം ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് ഞാൻ ഈ മണ്ണിലോട്ട് കയറിയപ്പോൾ ഞാൻ പറയായിരുന്നു, എത്ര ആയിരങ്ങളെ, എത്ര ലക്ഷങ്ങളെ യേശുവിലേക്ക് ആനയിച്ച മണ്ണായത്. എത്ര ജീവിതങ്ങളാ ഇവിടെ മാറിയേ. മനസ്സിലായോ? ആ മണ്ണിലാ വന്ന് നിൽക്കുന്നേ. അപ്പൊ അവിടെ വന്ന് നിൽക്കുമ്പോ, ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ ഒരാഗ്രഹം കൊണ്ടേ പുറത്തിറങ്ങാവൂ. ഒരാഗ്രഹം കൊണ്ട്. ഇനി അടുത്ത വലിയ 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 ഭയങ്കര ദൈവമേ 500 പേരോട് സുവിശേഷം പ്രസംഗിച്ചാൽ 50,000 പേർ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഒരു ശുശ്രൂഷകന്റെ വളർച്ച 5000 പേരോട് പ്രസംഗിച്ചവൻ 50,000 പേരോട് പ്രസംഗിക്കുന്നതല്ല. 50,000 പ്രസംഗിച്ചവൻ അതേ തീക്ഷ്ണതയിൽ 5 പേരോടും പറയാൻ മടിയില്ലാത്തവനാവുന്നതാണ് ഒരു ശുശ്രൂഷകന്റെ വളർച്ച. മനസ്സിലായോ? നേരെ തിരിച്ചാ. അപ്പൊ അതൊക്കെ പറയാൻ വരട്ടെ. അത് പറയുന്നതിന് മുമ്പ് നമുക്ക് പറയേണ്ടത് എന്താണെന്നറിയാമോ? കർത്താവേ, എനിക്ക് പാപത്തെ ജയിക്കാൻ ഒരു കൃപ തരണം. ഈ മണ്ണിൽ നിന്ന് ഞാൻ പോകുമ്പോൾ അനേകായിരങ്ങൾ, അതായത് കുത്തിക്കൊല്ലാൻ കൊണ്ടുവന്ന കത്തി ഇവിടെ ഈ വചനവേദി കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോയ മനുഷ്യര്, ആത്മഹത്യ വന്നവര് ആത്മഹത്യയുടെ ആ തീരുമാനം ഉപേക്ഷിച്ചിട്ട് പോയ മനുഷ്യര്, വിവാഹമോചനത്തിന് വന്നവര് വിവാഹമോചനം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയ ആ ഇടം, മോഷണം ചെയ്തുകൊണ്ടിരുന്നവർ മോഷണം ഉപേക്ഷിച്ച. എൻ്റെ നാട്ടിലുണ്ട്. എനിക്ക് 10 വയസ്സുള്ള സമയത്ത് ഇവിടെ വന്ന് ധ്യാനം കൂടിയ ഒരു ചേട്ടൻ, ഞങ്ങൾ കള്ള് ഷാപ്പിലെ ജോലി ഉപേക്ഷിച്ച ചേട്ടനെ എനിക്കറിയാം. മദ്യപാനം ഉപേക്ഷിച്ചവര്, മദ്യക്കച്ചവടം ഉപേക്ഷിച്ചവര്, ഇങ്ങനെയൊക്കെയുള്ള ലക്ഷക്കണക്കിന് മനുഷ്യരെ മാനസാന്തരത്തിലേക്ക് നയിച്ച് മണ്ണിൽ നിൽക്കുമ്പോൾ കരിസ്മാറ്റിക് നവീകരണത്തിന്റെ 50ാമത്തെ വർഷത്തില് ശുശ്രൂഷകര്, ഞാനും നിങ്ങളും പ്രാർത്ഥിക്കണം. ദൈവമേ, കഴിഞ്ഞ 50 കൊല്ലത്തില് ജീവിച്ചിരുന്ന ശുശ്രൂഷകരെ വെല്ലുന്ന മാരക വിശുദ്ധിയുള്ള ശുശ്രൂഷകനാക്കി എന്നെ മാറ്റണം. അത് പ്രാർത്ഥിച്ചിട്ടിറങ്ങണം.
അത് പ്രാർത്ഥിച്ചിട്ടിറങ്ങണം. ദൈവമേ, ഇന്ന് വരെ മനസ്സിലായ ഒരു പ്രവചനം കിടപ്പുണ്ട്. പ്രവചനം, ആദിമസഭയെ വെല്ലുന്ന വിശുദ്ധര് അന്ത്യകാല സഭയിൽ ഉണ്ടാവുമെന്ന് വിശുദ്ധര് പ്രവചിച്ചിട്ടുണ്ട്. ആദിമസഭയെ വെല്ലുന്ന വിശുദ്ധര് അന്ത്യകാല സഭയിൽ ഉണ്ടാവുമെന്ന്. മനസ്സിലായോ? സിസ്റ്ററിനോട് ഞാനൊരു കാര്യം പറയട്ടെ. അതായത് കൊച്ചു ത്രേസ്യയ്ക്ക് വിശുദ്ധി പാലിക്കാൻ പറ്റുന്നതിനേക്കാളും പാടാണ് ഇപ്പോഴത്തെ ഒരു സെമിനാരിക്കാരന് വിശുദ്ധി പാലിക്കാൻ. എന്താ കാര്യം സിസ്റ്റർ പറ? കൊച്ചു ത്രേസ്യയുടെ കാലത്ത് ഇന്റർനെറ്റ് ഉണ്ടായിരുന്നില്ല. കൊച്ചു ത്രേസ്യയുടെ കാലത്ത് അശ്ലീല സൈറ്റുകൾ ഉണ്ടായിരുന്നില്ല. ഇരിക്കവിടെ. കൊച്ചു ത്രേസ്യയുടെ കാലത്ത് മനസ്സിലായോ, നൂഡ് പിക്ചേഴ്സ് റോഡിൽ ഒട്ടിച്ചു വെച്ചിട്ടില്ല. കൊച്ചു ത്രേസ്യയുടെ കാലത്ത് ഇന്ന് കാണുന്ന പാപത്തിലേക്ക് മനുഷ്യനെ തള്ളിയിടുന്ന ഒരു ടെംപ്ടേഷനും കൊച്ചു ത്രേസ്യയുടെ കാലത്ത് 5G ഇല്ല. 5G ഇല്ല കേട്ടോ. സിസ്റ്റർ കേൾക്കുന്നുണ്ടോ ഇത്? അതുകൊണ്ട് കൊച്ചു ത്രേസ്യക്ക് വിശുദ്ധയാവാൻ എളുപ്പമായിരുന്നു. കൊച്ചു ത്രേസ്യ വിശുദ്ധയായതിന്റെ 100 മടങ്ങ് ബുദ്ധിമുട്ടാണ് ഇന്ന് ഈ കാലത്ത് വിശുദ്ധരാവാൻ. പക്ഷെ പരിശുദ്ധാത്മാവിന് വയസ്സായിട്ടില്ല, ദൈവത്തിന് ഞരാതരകൾ ബാധിച്ചിട്ടില്ല, ദൈവം കളവനായിട്ടില്ല. കൊച്ചു ത്രേസ്യയെ വിശുദ്ധനാക്കിയ ദൈവത്തിന് സിസ്റ്ററിനെ വിശുദ്ധയാക്കാൻ പറ്റും. പറഞ്ഞ ഹല്ലേലൂയാ. കൊച്ചു ത്രേസ്യയെ വിശുദ്ധയാക്കിയ ദൈവത്തിന് അതിനപ്പുറത്തെ വിശുദ്ധരാക്കാം. പാപം വർദ്ധിച്ചെടുത്ത് അതിലേറെ കൃപ കയറി വരും. ഒരു സൈഡില് സ്വവർഗഭോഗം പെരുകുമ്പോ, ഒരു സൈഡിൽ വ്യഭിചാരം പെരുകുമ്പോ, ഒരു സൈഡിൽ മോഷണം പെരുകുമ്പോ, ഒരു സൈഡിൽ അഹങ്കാരം പെരുകുമ്പോ, മറുവശത്ത് അതിന്റെ എക്സ്ട്രീം വിശുദ്ധിയുള്ളവരെ ഉയർത്താൻ ദൈവവചനത്തിന് ശക്തിയുണ്ടെന്ന് തെളിയിക്കണം ശുശ്രൂഷകര്. പറഞ്ഞ ഹല്ലേലൂയാ. അപ്പൊ അത് തെളിയിക്കാതെ പിന്നെ എന്ത് ശുശ്രൂഷയാ? എടാ, നമ്മളെ കാണുന്നവർക്ക് മനസ്സിലാവണ്ടേ ബൈബിളിന് വചനത്തിന് ശക്തിയുണ്ടെന്ന്? നമ്മളെ കാണുന്നവർക്ക് മനസ്സിലാവണ്ടേ? ഇയാളുടെ 25 കൊല്ലമായിട്ടും ഇയാളുടെ കോപം മാറിയിട്ടില്ല. 25 കൊല്ലമായിട്ട് ഇയാളുടെ കോപം മാറിയിട്ടില്ല. അയാൾ പറയാണ് സുവിശേഷത്തിന് ശക്തിയുണ്ടെന്ന്. എന്നാ ശക്തിയുണ്ടെന്ന് പറയുന്നത്? എടാ, നിന്റെ കോപം മാറിയില്ലല്ലോ. നമ്മളെ കണ്ടവർക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്, ഇയാൾ പ്രസംഗിക്കുന്ന വചനത്തിന് ചുമ്മാ ബഹളം ഉണ്ടാക്കാനേ പറ്റത്തുള്ളൂ, അതിന് ശക്തിയൊന്നുമില്ല. ശക്തി ഉണ്ടായിരുന്നെങ്കിൽ ഇയാൾ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് മാറണ്ടല്ലേ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നോ ചേട്ടന്മാരെ? മനസ്സിലാവുന്നോ? എടാ, ഇതിന് ശക്തി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ മാറണ്ടല്ലേ ചേട്ടാ? ഞാൻ ഈ പറയുന്ന വചനത്തിന് ശക്തി ഉണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ 10 കൊല്ലം മുമ്പ് എന്നെ അറിയാവുന്ന ഒരുത്തന് 10 കൊല്ലം കഴിഞ്ഞ് എന്നെ കാണുമ്പോ എടാ ഇവന് മാറ്റം വന്നല്ലോ എന്നവൻ പറയണ്ടേ? എന്നാൽ 10 കൊല്ലമായിട്ട് എന്നെ അറിയാവുന്നവൻ പറയുന്നത് പഴയതിനേക്കാൾ ഇവൻ മോശമായെന്നാണ്. അപ്പൊ നമ്മൾ പറഞ്ഞ വചനത്തിന്റെ ശക്തി നമ്മളായിട്ട് കെടുത്തി കളഞ്ഞില്ലേ സഹോദരാ? കളഞ്ഞില്ലേ? അതുകൊണ്ട് അത് ചെയ്യരുത്. നമ്മളെ കാണുന്നവർക്ക് മനസ്സിലാവണം. എന്ത് മനസ്സിലാവണം? എടാ, വചനത്തിന് ശക്തിയുണ്ട്. വചനത്തിന് എന്താ ശക്തി ഉണ്ടെന്നല്ല തെളിവ്? വചനത്തിന് ശക്തിയുള്ള തെളിവ് ഈ വചനം പറയുന്നവനാണ്. വചനത്തിന് ശക്തി ഉണ്ടെന്നുള്ള തെളിവ് ഈ വചനം പറയുന്നവനാണ്. പറഞ്ഞ ഹല്ലേലൂയാ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് ഞാൻ എൻ്റെ പൊന്നു സഹോദര, പൊന്നു സഹോദരി, ഞാൻ പറയുകയാണ്, പ്രിയപ്പെട്ടവർ, ഈ കാലഘട്ടത്തിൽ ഇനിയൊരു റിവൈവലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നെങ്കിൽ മുട്ടയിൽ നിന്ന് വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാവണം. മനസ്സിലായോ? അതായത് കൂടെയുള്ളവരെ, ഇപ്പൊ ഞാൻ മൗണ്ട് കാർമൽ ധ്യാന കേന്ദ്രത്തിലെ എല്ലാവരെയും വിശുദ്ധരാക്കിയിട്ട് ഒരു തീയിറക്കാനല്ല ഞാൻ നിൽക്കേണ്ടത്. ദാനിയേലേ, ആദ്യം നീ വിശുദ്ധനാവണം. മനസ്സിലായോ? എന്റെ കൂടെ നിൽക്കുന്നവർ വിശുദ്ധരാവണമെങ്കിൽ ഞാൻ എന്നാ ചെയ്യണം? ഞാൻ വിശുദ്ധനാവണം. പറഞ്ഞ ഹല്ലേലൂയാ. മനസ്സിലാവുന്നില്ലേ? അല്ലാതെ ബാക്കി എല്ലാവരും വിശുദ്ധരാമൻ പറഞ്ഞുകൊണ്ടിരിക്കുക, ബാക്കി എല്ലാവർക്കും ആ വിഷയം ഉണ്ടാ പറഞ്ഞുകൊണ്ടിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ ചേച്ചിക്ക് ഞാൻ പറയുന്നേ? മനസ്സിലാവുന്നുണ്ടോ? പറഞ്ഞ ഹല്ലേലൂയാ. അതുകൊണ്ട് നിസ്സാരമായിട്ട് ഇത് കാണരുത്, നിസ്സാരമായിട്ട് കാണരുത്. കണ്ട് കേട്ട് കൈയടിച്ച് തിരിച്ചു പോകരുത്. ഈ ഡിവൈനിൽ നിന്ന്, ഈ വിശുദ്ധമായ മണ്ണിൽ നിന്ന് പുറത്തു പോകുമ്പോ പ്രാർത്ഥിക്കേണ്ടതെന്നറിയോ? എന്റെ കർത്താവ് എന്നെ എന്താക്കണം? വിശുദ്ധരാക്കണം. അത് പ്രാർത്ഥിക്കണം ചേച്ചി, അത് പ്രാർത്ഥിക്കണം. മുട്ടയിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കണം ചേച്ചി, പ്രാർത്ഥിക്കണം അമ്മച്ചി, കേട്ടോ അമ്മച്ചി, പ്രാർത്ഥിക്കണം. എന്താണ്? എന്റെ ദൈവമേ എന്നെ. നമ്മുടെ ഡിക്ഷണറിയിൽ നിന്ന് ഈ പ്രയോഗം പോയില്ലേ ചേച്ചി? ഇന്ന് വല്ലവരും പറയാറുണ്ടോ വിശുദ്ധരാക്കണമെന്ന്? ഇന്ന് നമ്മൾ ചെറുപ്പക്കാരോട് നമ്മൾ പറയാറുണ്ടോ വിശുദ്ധരാവണമെന്ന്? കുഞ്ഞുങ്ങളോട് നമ്മൾ പറയാറുണ്ടോ? ഉണ്ടോ ചേച്ചി? കാറ്റഗറി ക്ലാസ്സിൽ ഇത് കേൾക്കുന്നുണ്ടോ ഇന്ന് നമ്മൾ? ഉണ്ടോ? ഒട്ടുമില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, കൂടുതലൊന്നും കേൾക്കുന്നേ ഇല്ല. നമ്മൾ പറയുന്ന മുഴുവൻ എന്താ? കാനഡയിൽ പോകണം, ഓസ്ട്രേലിയൻ വിസ കിട്ടണം, നമ്മളെ പ്രാർത്ഥിക്കും, നീ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്ക്, നിനക്ക് കാനഡയിൽ പോകാൻ കാനഡ കൊണ്ടുപോകാനല്ലല്ലോ കർത്താവ് കുരിശേ മരിച്ചേ, ആണോ? പിന്നെന്തിനാ? എടാ, നമ്മളെ വിശുദ്ധരാക്കാനാണ്, നമ്മളെ അഭിഷേകമുള്ളവരാക്കാൻ, വിശുദ്ധരാക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് കർത്താവ് പ്രഘോഷിക്കുന്ന വചനം നാളെ ഉതപ്പായി മാറാതിരിക്കാൻ മുട്ടയിൽ നിന്ന് കൈവിരിച്ച് എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം?
അങ്ങനെ വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു 10 പേര് ചാലക്കുടിയിലുണ്ടെങ്കിൽ, ഇരിങ്ങാലക്കുടയിലുണ്ടെങ്കിൽ, തിരുവനന്തപുരത്തുണ്ടെങ്കിൽ അവിടെ തീയിറങ്ങും. അവിടെ തീയിറങ്ങും. അവിടെ ജനം ചങ്കത്തടിച്ച് കരഞ്ഞ് നിലവിളിച്ച് മാനസാന്തരപ്പെടും. അല്ലാതെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി ചേരുവകൾ മാറി മാറി പരീക്ഷിച്ച് ഇനി പരിശുദ്ധാത്മാവിനെ ഇറക്കാമെന്ന് വിചാരിക്കരുത്. അത് കഴിഞ്ഞു, അതിന്റെ കാലം കഴിഞ്ഞു കേട്ടോ. അതിന്റെ കാലം കഴിഞ്ഞു. ഇനി ദൈവം അങ്ങനെയുള്ള കാര്യങ്ങൾ കർത്താവ് ഒത്തിരി കാരണം കാണിച്ചു നമ്മളോട്. ഇനി എന്തെന്നറിയാമോ? സമർപ്പിക്കാനും വില കൊടുക്കാനും തയ്യാറുള്ള മനുഷ്യര്, എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതം നിന്റെ സുവിശേഷം അനുസരിച്ച് മാറണം, എൻ്റെ ജീവിതത്തിൽ മാറ്റം വരണം, എനിക്ക് കുറച്ചുകൂടെ എളിമ വരണം, എനിക്ക് കുറച്ചുകൂടെ ദൈവസ്നേഹം, എനിക്ക് കുറച്ചുകൂടെ മനുഷ്യരോട് പെരുമാറുമ്പോഴേ എനിക്ക് കുറച്ചുകൂടെ മര്യാദയെങ്കിലും വരണ്ടേ? ഈ ശുശ്രൂഷകന് ഒരു മര്യാദയെങ്കിലും വരണ്ടേ? അത് വരണ്ടേ? അത് വന്നില്ലെങ്കിൽ പിന്നെ എന്താണ്? സുവിശേഷം പ്രസംഗിക്കുന്നവനെ, ദൈവവേല ചെയ്യുന്നവനെ, മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്നവനെ, എടാ അടുത്ത് നിൽക്കുന്ന കൂടപ്പറപ്പുകളോട് ഒരു മര്യാദയെങ്കിലും വേണ്ടേ ഷിജി സിസ്റ്ററെ? വേണ്ടേ? അപ്പൊ അതുകൊണ്ട് അതില്ലെങ്കിൽ പിന്നെ എന്ത് അഭിഷേകം നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മനസ്സിലായില്ലേ? ഞാൻ ഒരാളോട് ഞാൻ ഒരു രാത്രി 2:30 എനിക്ക് ഉറക്കം വരാതെ ഞാൻ ഇങ്ങനെ ഇറങ്ങി നടന്നപ്പം ഞാൻ ഒരാളെ കണ്ടപ്പോൾ ഒരാള്, അത് എന്താണ്, വലിയ മാരക പാപമൊന്നുമല്ല, എന്നാലും ഈ ശുശ്രൂഷകൻ അങ്ങനല്ല പെരുമാറണ്ടേ. അത് ഞാൻ കണ്ടപ്പോൾ ഞാൻ ചെന്നിട്ട് പതുക്കെ പറഞ്ഞു, സഹോദരാ, ഇങ്ങനെയല്ലല്ലോ നമ്മള്. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ, ഞാൻ ഇന്നലെ പ്രാർത്ഥിച്ചപ്പോൾ ഉണ്ണീശോയെ കണ്ടെന്ന്. നമ്മുടെ മഹാ തട്ടിപ്പാണ് ഇത്. എന്താണെന്നറിയാമോ? ഒരു ആത്മീയ കാര്യം, ഒരു കറക്ഷൻ, ഒരു തിരുത്തല് ഏറ്റെടുക്കാൻ തയ്യാറാവുന്നതിന്, പ്രതിരോധം തീർക്കാൻ വേണ്ടി നമ്മൾ ഈ ആത്മീയ അനുഭവങ്ങളെ എടുത്ത് കാണിക്കും. ഞാൻ ഉണ്ണീശോയെ കണ്ടെന്ന് ഇന്നലെ. ഞാൻ പറഞ്ഞു, ഉണ്ണീശോയെ കാണുന്നതിനേക്കാളും ഇമ്പോർട്ടൻ്റ് അല്ലേ ചേട്ടാ ഈ പരിപാടി കാണിക്കാതിരിക്കുന്നത്? ചേട്ടാ, ഉണ്ണീശോയെ ജന്മത്ത് കണ്ടില്ലേലും ഒരു കുഴപ്പമില്ല. ചേട്ടാ കേൾക്കുന്നുണ്ടോ? ജന്മത്ത് ചേട്ടൻ ഉണ്ണീശോയെ ദർശനത്തിൽ കണ്ടില്ലേലും കുഴപ്പമില്ല. ചേട്ടൻ കുറച്ചുകൂടെ മര്യാദ ഉണ്ടായാൽ മതി. ചേട്ടനല്ല ഉദ്ദേശിക്കുന്നത്, ഞാൻ ചേട്ടനോട് പറഞ്ഞെങ്കിലും മൊത്തത്തിൽ എല്ലാവരും കൂടെ പറയണേ. അതായത് ജന്മത്ത് ദർശനത്തിലെ മാലോകമാര് വരുന്നു, പല കളറില് കാണുന്നു. എന്തിനാ? കണ്ടില്ലേലും ഇപ്പൊ എന്നാന്ന് കാണുന്നവരോട് എനിക്ക് വിരോധമൊന്നുമില്ല. സഹോദരാ, നീ വിശുദ്ധനാവണോടാ? നീ ആമേൻ പറ. ആമേൻ. അപ്പോ ഞാൻ പറയുന്നതേ, ഒരു ദർശനം കാണണം. ദർശനം എല്ലാവരുടെ അവകാശമാണ്. ഞാൻ പറയുന്ന അർത്ഥത്തെ തിരിച്ചെടുക്കരുത്. ഒരു ദർശനവും കണ്ടില്ലേലുവേ കുറച്ചുകൂടെ മര്യാദയ്ക്ക് മനുഷ്യനോട് പെരുമാറിയാൽ മതിയായിരുന്നു. കുറച്ച് സഭ്യമായിട്ട് സംസാരിച്ചാൽ മതിയായിരുന്നു. ഈ യുദ്ധമെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് ഭാര്യയെ മാകൂട്ടിയും താകൂട്ടിയും ചീത്ത വിളിക്കാതിരുന്നാൽ മതിയായിരുന്നു. എടാ, അവൻ ഒരു ദർശനവും കണ്ടില്ലേലും കുഴപ്പമില്ലായിരുന്നു. വലിയ പെരുമ്പറ കൊട്ടുന്ന പോലെ മാലാകമാർ ഇറങ്ങി വരുന്നു, ഭയങ്കര സംഭവം, അത് വരുന്നു, ബോംബ് പൊട്ടുന്നു. നീ ഒരു ബോംബും പൊട്ടണ്ട. നീ നിന്റെ വായൊന്ന് ശരിയാക്കിയാൽ മതി. ഒരു ബോംബും പൊട്ടണ്ട. കേൾക്കുന്നുണ്ടോ? ഈ തമ്മിലടി എന്ന് അവസാനിപ്പിച്ചാൽ മതി. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയാ. അടുത്ത വാക്യം വായിച്ചേ. കർത്താവിനെ വിളിക്കുന്നവരെല്ലാം പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കട്ടെ. അടുത്ത വാക്യം. ഒരു വലിയ ഭവനത്തിൽ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും തീർത്ത പാത്രങ്ങൾ മാത്രമല്ല മരം മണ്ണ് ഇവ കൊണ്ട് തീർത്തവയും ഉണ്ടായിരിക്കും. തീർത്ത പാത്രങ്ങളും ഉണ്ട്. ഒരു വീട്ടില് സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും ഉള്ള പാത്രം മാത്രമല്ല, മരം, മണ്ണ് ഇങ്ങനെ കൊണ്ടുള്ള പാത്രവും എല്ലാ വീട്ടിലും ഉണ്ട്. അടുത്ത വാക്യം. അവയിൽ ചിലത് മാന്യമായ കാര്യങ്ങൾക്കും ചിലത് മാന്യത കുറഞ്ഞ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നു. അടുത്ത വാക്യം. ഒരുവൻ നികൃഷ്ടമായ അവസ്ഥയിൽ നിന്നും, ശ്രദ്ധിച്ചു കേൾക്കണേ, ഒരുവൻ നികൃഷ്ടമായ അവസ്ഥയിൽ നിന്ന് തന്നെ ശുദ്ധീകരിക്കുന്നെങ്കിൽ അവൻ ശ്രേഷ്ഠമായതും ഉപയോഗത്തിന് പറ്റിയതും ഗ്രഹനായകന് പ്രയോജനകരവും ഏതൊരു നല്ല കാര്യത്തിനും ഉപയോഗയോഗ്യവുമായ വിശുദ്ധ പാത്രമാകും. കേട്ടായിരുന്നോ വചനം? ഒരുവൻ നികൃഷ്ടമായ അവസ്ഥയിൽ നിന്ന് തന്നെ ശുദ്ധീകരിച്ചാൽ യജമാനൻ അവനെ എടുത്ത് ശ്രേഷ്ഠമായ കാര്യത്തിന് ഉപയോഗിക്കും. എന്നാ ഒരുവൻ വർഷങ്ങളായിട്ട് പാപത്തിൽ തന്നെ കടന്നിട്ട്
ശുശ്രൂഷ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് ഞാൻ നിങ്ങളോട് പറയുന്നതാണെന്ന്. ഞാനിത് ഇന്ന് രാവിലെ 7 തൊട്ട് 8 വരെ ഡാനിയലിനോട് പറഞ്ഞായിട്ട് കൂട്ടിയാൽ മതി. മനസ്സിലായോ? ഞാൻ നിങ്ങളെ ഉദ്ധരിക്കാൻ വന്നതല്ല. 1 മണിക്കൂർ ഇത് പറയുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ ബോധ്യം വരുമല്ലോ ഇത്, അതുകൊണ്ട് ഞാൻ പറയാന്ന് കൂട്ടിയാൽ മതി. ഞാൻ എന്നോട് പറയാണ്, ഡാനിയലെ, ഈ ചാട്ടമൊന്നും ചാടിയിട്ട് ഒരു കാര്യമില്ല. നിന്റെ സ്വകാര്യ ജീവിതത്തിൽ നിനക്ക് വിശുദ്ധിയുണ്ടോ? നിനക്ക് പാപം ചെയ്യാതിരിക്കാൻ പറ്റുമോ? നിന്റെ പണത്തോടുള്ള ആർത്തി കുറയുമോ? നിന്റെ അഹങ്കാരം കുറയുമോ? നിന്റെ ഈ കലകവും ഭിന്നതയും അവസ്ഥ എന്ത് വില കൊടുത്തും നീ പ്രശ്നവും വൈരാഗ്യവും വെറുപ്പും അവസാനിപ്പിക്കാൻ തയ്യാറാവുമോ? ഇതില്ലെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ യേശുക്രിസ്തു കുരിശിൽ മരിച്ച ആ സുവിശേഷത്തിന്റെ ധന്യമായ വിലയെ നമ്മൾ കെടുത്തിക്കളയുന്ന മനുഷ്യരായിട്ട് മാറും. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ അപ്പസ്തോലൻ പറഞ്ഞത്, നിങ്ങൾ നിമിത്തം ദൈവത്തിന്റെ നാമം വിജാതിയരുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നു. ഞാൻ ഒരിക്കല് എൻ്റെ അവിടെ തോട്ടത്തില് ഈ റബ്ബർ മരം എല്ലാം സ്ലോട്ടർ എടുത്തിരിക്കുന്ന ചേട്ടനോട് അയാൾ ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെടാത്ത ചെയ്തപ്പോൾ ഞാൻ അയാളോട് ദേഷ്യപ്പെട്ടപ്പോൾ ആ ചേട്ടൻ എന്നോട് പറയാണ്, ഡാനിയലച്ചൻ ഇങ്ങനെ ദേഷ്യപ്പെടരുതെന്ന്. ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല, ഞാൻ പോയി. എനിക്ക് എൻ്റെ ഒരു 15 കുമ്പസാരം നടത്തുന്നതിനേക്കാളും വലിയ അഭിഷേകമായിരുന്നു എനിക്ക്. അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഡാനിയലച്ചൻ ഇങ്ങനെ ദേഷ്യപ്പെടലെന്ന് പറഞ്ഞു. അയാൾ മഹാ കന്നത്തരം കാണിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, സുവിശേഷം പ്രസംഗിക്കുന്ന എന്നിൽ നിന്ന് മനുഷ്യൻ ഒരു മിനിമം സ്റ്റാൻഡേർഡ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു മിനിമം സ്റ്റാൻഡേർഡ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു സുവിശേഷം പ്രസംഗിക്കും. അയാൾ പറയാണ്, അയാളെ തല്ലേണ്ട കേസാണ് അയാൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ അയാൾ ദേഷ്യപ്പെട്ട അയാൾ പറയാണ്, നോ ഡാനിയലച്ചൻ അങ്ങനെ പറയില്ല, ഡാനിയലച്ചൻ അങ്ങനെ ദേഷ്യപ്പെടരുതെന്ന്. എന്താ കാര്യം? ഡാനിയലച്ചൻ പ്രസംഗിക്കുന്നത് ഹൃദയശാന്തതയും എളിമയുമുള്ള യേശുവിനെയാണ്. ഭൂമുഖത്തെ ഏറ്റവും സൗമ്യനായവനായിരുന്നു മോശ എന്ന് പ്രസംഗിക്കുന്നവനാണ്. അതുകൊണ്ട് ഇങ്ങനെ മറ്റുള്ളവർ ചൂടാവുന്ന പോലെ ചൂടാവരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടുന്ന് പോകുമ്പോൾ ഉണ്ടല്ലോ, നായികമർമ്മലച്ചൻ നമ്മുടെ കൂടെ ഉണ്ട്, വനക്കലച്ചനുണ്ട് ഇവിടെ ഒരു കാലത്ത് ദൈവജനത്തെ തകർച്ചയിൽ നിന്നും അധപതനത്തിൽ നിന്നും പിശാച് നരകത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് 100 വട്ടം ഉറപ്പിച്ച ജീവിതങ്ങളെ അവന്റെ താവളത്തിൽ ചെന്ന് പിടിച്ചെടുത്ത് തിരിച്ചു കൊണ്ടുവന്ന മഹാവിശുദ്ധരായ ശുശ്രൂഷകര് നടന്നു നീങ്ങിയ ഒരു മണ്ണാണിത്. ഈ മണ്ണില് ഇവിടുന്ന് പോകുമ്പോ ഡാനിയേൽ പ്രാർത്ഥിക്കും, ദൈവമേ എന്നെ ഒരു പടി കൂടി ഉയർന്ന വിശുദ്ധ ജീവിതമുള്ള ശുശ്രൂഷകനാക്കി മാറ്റണമേ. നിങ്ങൾ പ്രാർത്ഥിക്കണം, എൻ്റെ കർത്താവേ, അല്ലാതെ എനിക്കിനി വലിയ മരിച്ചവരെ ഉയർപ്പിക്കാൻ. എന്നോടൊരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, ഒന്ന് തലേ കൈവെക്കാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്നാ? മരിച്ചവരെ ഉയർപ്പിക്കാൻ അഭിഷേകം കിട്ടാൻ. ഞാൻ പറഞ്ഞു, ചേട്ടാ 2 പ്രശ്നമുണ്ട്. ഒന്ന്, എനിക്ക് ഒരു കോൺഫിഡൻസും ഇല്ല. എന്ത്? ഞാൻ പ്രാർത്ഥിച്ചാൽ ചേട്ടന് മരിച്ചവരെ ഉയർപ്പിക്കാനുള്ള അഭിഷേകം കിട്ടുമെന്ന് എനിക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല. എന്നെക്കുറിച്ച് തന്നെ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല. അത് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ചേട്ടനോട് ആ മുന്നോട്ടൊന്ന് കയറിയിരിക്കാൻ പറഞ്ഞപ്പോൾ ചേട്ടൻ അവിടെ കല്ല് പോലിരിക്കുന്നത് ഞാൻ കണ്ടതാ. ചേട്ടൻ ആദ്യം മുന്നോട്ടൊന്ന് കയറിയിരുന്ന് എളിമപ്പെടും, പിന്നല്ലേ മരിച്ചവരെ ഉയർപ്പിക്കുന്നത്. പിന്നെ നമുക്ക് മരിച്ചവരെ ഉയർപ്പിക്കാം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് നമ്മളിപ്പോൾ സിസ്റ്റേഴ്സ്, നിങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നവരല്ലേ, നിങ്ങൾ പോകുന്ന ഓരോ കമ്മ്യൂണിറ്റി എന്നല്ലേ ഈ ശുശ്രൂഷയ്ക്ക് പോണേ. ആ കമ്മ്യൂണിറ്റി നിങ്ങൾ തിരിച്ചു കയറിയിട്ട് അവിടെ ചെന്നിട്ട് വഴക്കും കുശുമ്പും കുന്നായ്മയും പാരവപ്പും മദറിനെ അനുസരിക്കാതെയൊക്കെ നടന്നിട്ട് നിങ്ങൾ എന്നാ സുവിശേഷം പറഞ്ഞിട്ടുണ്ട്? എന്നാ കാര്യം? നിങ്ങളങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ ഉള്ളവർക്ക് ഈ സുവിശേഷം സ്കാൻഡലായില്ലേ? അവർ പറയത്തില്ലേ? എന്നോടൊരു സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞു, റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ, നാളെ വരും യൂട്യൂബിൽ. എന്നോട് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ അച്ഛൻ്റെ ടീമിൽ പെട്ടാണോ ചോദിച്ചു ഈ സാധനം. അത് ഞാൻ പറഞ്ഞു, ടീമിലെന്നൊന്നും പറയാൻ പറ്റത്തില്ല, അവർ എന്തൊക്കെയോ കാര്യങ്ങളെ സഹായിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ അച്ഛനെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. ഇടവകയിലെ പൊതുശല്യമായിട്ട് പ്രഖ്യാപിക്കാണ്ടിരിക്കുകയാണ് ഇവരെ. ഇടവകയിലെ പൊതുശല്യം ആരാ? നിങ്ങൾക്ക് മനസ്സിലാവുന്നോ? അപ്പൊ അവർക്ക് ഈ ദൈവവചനത്തോട് സുവിശേഷത്തോട് ഒരു അല്പമെങ്കിലും മമത ഈ വികാരിച്ചൻ ഉണ്ടാവുമോ? പറ. ഉണ്ടാവത്തില്ല. എന്നാൽ നിങ്ങൾ ദൈവവചനം പാലിക്കുന്ന, ഈശോയെ സ്നേഹിക്കുന്ന, എളിമയുള്ള, ദൈവസ്നേഹമുള്ള, കർത്താവിനോട് സ്നേഹമുള്ള, ആത്മാക്കളെ കുറിച്ച് തീക്ഷ്ണതയുള്ള ഒരു ശുശ്രൂഷകനാണെങ്കിൽ, ഞാൻ ഈ ഇടുക്കി ജില്ലയിൽ നിന്നൊരു മനുഷ്യൻ മൗണ്ട് കാർമലി വന്നു. അപ്പോൾ അന്ന് ഭയങ്കര തിരക്കുള്ള സമയമാണ്. ഞാൻ ആളുകളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ആദർശിച്ചനും മറ്റുമാണ് ഈ ചേട്ടനെ വഴി വെച്ച് കണ്ടു. അപ്പോൾ ഈ ചേട്ടൻ ഒരു പാവമാണ്. പാവമെന്ന് ഞാൻ പറഞ്ഞാൽ ഈ ചേട്ടൻ ഒരു സാധുവാണ്. സംസാരിക്കാനും ഒക്കെ കഴിവ് വളരെ കുറവാണ്. അപ്പോൾ ഈ ചേട്ടൻ കരഞ്ഞുകൊണ്ട് നിന്നിട്ട് പറഞ്ഞു,
എൻ്റെ വീട് ഇടിഞ്ഞു പോയി, എനിക്ക് അറിഞ്ഞുകൂടാ എന്നാ ചെയ്യേണ്ടതെന്ന്, ഒന്ന് പ്രാർത്ഥിക്കണമായിരുന്നു, എനിക്ക് അച്ഛനെ ഡാലിച്ചനെ ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ അത് അച്ഛൻ പറഞ്ഞു, എൻ്റെ പൊന്നു ചേട്ടാ, നേരത്തെയൊക്കെ പറഞ്ഞവർ ഒരുപാട് പേര് വന്ന് നിൽക്കുകയാണ്, ഇതിനിടയ്ക്കോട്ട് ചേട്ടനെ എങ്ങനെ കയറ്റി വിടുന്നേ? അപ്പോൾ എന്നിട്ട് ചോദിച്ചു, ചേട്ടൻ ഭക്ഷണം കഴിച്ചാന്നോ ചോദിച്ചു. അപ്പോൾ ചേട്ടൻ പറഞ്ഞില്ല, കഴിച്ചില്ല. എന്നാ വാന്ന് പറഞ്ഞിട്ട് അച്ഛൻ തന്നെ കൊണ്ടുപോയി ഇയാൾക്ക് ഭക്ഷണം എടുത്ത് കൊടുത്ത് വിളമ്പിയൊക്കെ കൊടുത്തു. ഒരു 4-5 കൊല്ലം കഴിഞ്ഞ് ഞാൻ ഈ മനുഷ്യനെ കണ്ടപ്പോൾ ഈ മനുഷ്യൻ എന്നോട് പറയണം, അച്ഛാ, ഞാൻ മൗണ്ട് കാർമൽ സെക്കൻഡ് സാറ്റർഡേക്ക് ഒരു ബസ് ആളുമായിട്ടാണ് ഇപ്പോൾ വരുന്നത്. കാരണം ഞാൻ ഒന്നും അറിയാത്തവനെ പോലെ അവിടെ വന്ന് നിന്നപ്പോൾ ഇവിടുത്തെ ഒരു അച്ഛൻ വന്ന് എന്നെ വിളിച്ചോണ്ട് പോയി, എനിക്ക് കാപ്പിയും തന്ന് എന്നെ ഒരു 15 മിനിറ്റ് ഇരുത്തിയിട്ട് എന്നെ പെട്ടെന്ന് അച്ഛനെ കാണിച്ച് വിട്ടു. ഞാൻ ഇടവകെ ചെന്നിട്ട് വികാരിച്ചൻ്റെ അടുത്ത് പറഞ്ഞു, വികാരിച്ച, നമുക്ക് മൗണ്ട് കാർമലിൽ ആളുകളെ കൊണ്ടുപോകണം, അവിടെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അപ്പോൾ വികാരിച്ചൻ പള്ളിയിൽ അനൗൺസ് ചെയ്തു, ഈ ചേട്ടൻ വേറെ ആര് പറഞ്ഞാലും ഞാൻ ഈ ധ്യാനകേന്ദ്രത്തിൽ കൊണ്ടുപോകാൻ സമ്മതിക്കത്തില്ലായിരുന്നു. ഈ ധ്യാനകേന്ദ്രത്തോണ്ടെങ്കിൽ വിരോധമുണ്ടല്ല, ഞാൻ ഒരു അങ്ങനത്തെ വികാരിച്ചനാണ്, പ്രത്യേക അഭിഷേകമുള്ള വികാരിച്ചൻ, ഒറ്റ ധ്യാനകേന്ദ്രത്തിൽ കാര്യം വിടില്ല. അപ്പോൾ ആ വികാരിച്ചൻ പറയാണ്, ഞാൻ വേറെ ഇനി ഏതവൻ പറഞ്ഞാലും വിടത്തില്ലായിരുന്നു, ഈ ചേട്ടൻ പറഞ്ഞുകൊണ്ട് മാത്രം വിടുകയാണ്. കാരണം എന്താണെന്നറിയാമോ? അയാള് ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണ്. വികാരിച്ചൻ ഇടവകെ പറയാണ്, വികാരിച്ചൻ പറയാണ്, അതുകൊണ്ട് എൻ്റെ ആശീർവാദമുണ്ട്, എത്ര പേര് വേണമെങ്കിലും സെക്കൻഡ് സാറ്റർഡേക്ക് ഈ ചേട്ടൻ്റെ കൂടെ പൊക്കോ, ഞാനും അത് തന്നിരിക്കുന്നു. ആര് പറഞ്ഞോണ്ടാ? എടാ, ആ സാധു അവൻ ദൈവവചനം ആ ചേട്ടൻ ദൈവവചനം ജീവിക്കുന്ന ഒരു ചേട്ടനാണ്. ആ ചേട്ടൻ പറഞ്ഞുകൊണ്ട് വികാരിച്ചൻ പറയാണ് പൊക്കോളാൻ. നിനക്ക് മനസ്സിലാവുന്നോ? നമ്മൾ നിമിത്തം കർത്താവിൻ്റെ സുവിശേഷം പലയിടങ്ങളിലും ദൂഷിക്കപ്പെടുന്നുണ്ട്, ഞാനും നിങ്ങൾ കാരണം. അതുണ്ടാവാതിരിക്കട്ടെ. അതാണ് നാളെ ഒരു നല്ല കാലത്തിന് വേണ്ടി നമ്മൾ കാത്തുവെക്കുന്ന ദൈവികമായ തീരുമാനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.